മാറിപ്പോകാത്ത ചിന്തയോടുകൂടി ആരാണോ എന്നെ ഭജിക്കുന്നത്, അതാണ് അനന്യചേതാ സതതം. അല്ലെങ്കിൽ ഭക്തിർ അഭ്യഭിചാരിണി എന്നൊക്കെ ഗീത പറയും. വ്യഭിചരിക്കാത്ത ഭക്തി, മാറിപ്പോകാത്ത ഭക്തി. ആ ഭക്തിയാണ് നമ്മൾ ഇവിടെ വൃത്രാസുരനിൽ കണ്ടത്. അദ്ദേഹം ജന്മം കൊണ്ട് ആ അസുരകുലത്തിൽ ജനിച്ചയാളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്തി ദേവന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ ഭക്തിയുടെ സ്വഭാവം ഇവിടെ 1-2 ശ്ലോകം പറഞ്ഞല്ലോ. നമുക്കൊന്ന് ആദ്യമായിട്ടൊന്ന് നോക്കാം. എന്താണ് ആ വൃത്രാസുരൻ കാണിച്ച ആ ഭക്തി? അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ. അങ്ങയുടെ ആ ദാസൻ്റെ ദാസനായി മാറണേ. അതാണ് ആ ഏകാന്ത ഭക്തി. മനസ്മരേതസ്സുപരേർഗുണാംസ്തേ. എൻ്റെ മനസ്സ് അല്ലയോ എൻ്റെ ജീവാത്മാവിൻ്റെ പതിയായിരിക്കുന്ന ഭഗവാനെ, അതിൻ്റെ ഗുണങ്ങളൊക്കെ കീർത്തിക്കണം. അതാണ് ഗൃണീതവാക് കർമ്മകരോതികായ. എൻ്റെ കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ സേവയായി മാറണേ. ഈ പ്രാർത്ഥനയാണ് ആദ്യം പറയുന്നത് ഈ വൃത്രാസുരൻ. നമ്മുടെ നാരായണീയത്തിലും അതല്ലേ ഭട്ടതിരി 3-ാം ദശകത്തിൽ പറയുന്നത്. വിധൂയ ക്ലേശാന്മേ കരചരണയുഗ്മം ധൃതരസംഭവക്ഷേത്രപ്രാപ്തൗ കരമഭിജതേ പൂജനവിധൗ. എൻ്റെ കൈകൾ അങ്ങയുടെ പൂജയ്ക്ക് വേണ്ടിയുള്ളതാകണം. എൻ്റെ പാദം എന്താണ്? അങ്ങയുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ചുറ്റമ്പലത്തിൽ കൂടി നടക്കാൻ വേണ്ടിയുള്ളതാകണം. ഭവക്ഷേത്രപ്രാപ്തൗ കരമഭിജതേ പൂജനവിധൗ ഭവന്മൂർത്തിയാലോകേ നയനം. അങ്ങയുടെ ആ മൂർത്തി ഉണ്ടല്ലോ, ഭഗവാന്റെ ആ തിരുമുഖം, അത് കാണുന്നതിനായിരിക്കണം എൻ്റെ നയനം. തേ നയനം അധതേ പാദതുളസീ പരിക്രാണേ. ക്രാണം, എൻ്റെ മൂക്കെന്തിനാണ്? അങ്ങയുടെ പാദകമലങ്ങളിൽ വീണ് കിടക്കുന്ന ആ തുളസി ഇതിൻ്റെ ആ ദളത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നതിനായിരിക്കണം. ശ്രവണമഭിതേ ചാരുചരിതേ. എൻ്റെ ശ്രവണം, കാതെന്ന് പറയുന്നത് അങ്ങയുടെ ഇതുപോലെയുള്ള ഭഗവത് മാഹാത്മ്യങ്ങൾ കേൾക്കാനുള്ളതായിരിക്കണം. ഇതാണ് ആ വൃത്രാസുരൻ്റെ ഭക്തിഭാവം. ആ ഒരു തലത്തിൽ വരുമ്പോഴാണ് അതിനെ ഏകാന്ത ഭക്തി എന്ന് പറയുന്നത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുകയാണ്, അദ്ദേഹത്തിന് ഒരു ആഗ്രഹവുമില്ല. ഭഗവാനിൽ ഏകാന്ത ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നമ്മുടെ തുച്ഛ കാമങ്ങളൊന്നും ആ ഏകാന്ത ഭക്തന്മാർക്ക് ബാധകമല്ല. ന നാഗപൃഷ്ടം ന ജവാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം. ഇതൊന്നും വേണ്ട. ന നാഗപൃഷ്ടം, ദേവേന്ദ്രനിരിക്കുന്ന ആ കസേരയൊന്നും എനിക്ക് വേണ്ട. നജ പാരമേഷ്ട്യം, സാരാൽ ബ്രഹ്മാവിരിക്കുന്ന സത്യലോകത്തും പോയി എനിക്കിരിക്കണ്ട. ന സാർവഭൗമം, ചക്രവർത്തിയാകണ്ട. പാതാളത്തിൻ്റെ അധിപതിയാകണ്ട. ന യോഗസിദ്ധി, ഒരു യോഗസിദ്ധിയും വേണ്ട. അപുനർഭവം വാ, വീണ്ടും തിരിച്ചു വരവില്ലാത്ത ആ മോക്ഷപദവി പോലും എനിക്ക് വേണ്ട. ഭഗവാനിലുള്ള ഭക്തി മാത്രം മതി. സമഞ്ജസത്വാവിരഹയ്യകാംക്ഷേ. ഈ ഭക്തി എന്ന് പറയുന്നത് ആത്മാനുസന്ധാനമാണ് ഭക്തി. ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം. അന്നേരം ഈ മോക്ഷപദവി പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഭഗവാനുമായിട്ട് ചേർന്നിരിക്കാനുള്ള ആ വൃത്രാസുരൻ്റെ താല്പര്യമാണ് നമ്മൾ കാണേണ്ടത്. പിന്നെയും അതിനൊരു ഉദാഹരണം മനോഹരമായിട്ട് പറയുന്ന ശുഖബ്രഹ്മം പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ ഭഗവാനെ കാണാൻ ഉള്ള ആ വൃത്രാസുരൻ്റെ താല്പര്യം. നമുക്കെല്ലാം ആ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ അങ്ങോട്ട് മാറ്റിത്തരുമ്പോൾ നമ്മളെല്ലാം അങ്ങോട്ട് ഓടിപ്പോയില്ലേ? ഒന്ന് കാണണം ആ തിരുമുഖം. അത് വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? അജാതപക്ഷായിവ മാതരം ഖഗ. ചിറകുമുളയ്ക്കാത്ത കുഞ്ഞുങ്ങൾ, പറവകൾ, അതിൻ്റെ അമ്മ പക്ഷിയെ കാണാൻ വേണ്ടി എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, അതാ അജാതപക്ഷായിവ മാതരം ഖഗ. ഖഗ എന്ന് വെച്ചാൽ പക്ഷികൾ. ഇങ്ങനെയൊക്കെയുള്ളൊരു ഭക്തിയാണോ നമുക്ക് ഭഗവാനിലുള്ളതെന്ന് നമ്മളത് നോക്കണം. ഈ വൃത്രാസുരനിൽ കണ്ട ഭക്തിയാണ് ഇവിടെ പറയുന്നത്. സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ഥ. ക്ഷുധ എന്ന് വെച്ചാൽ വിശപ്പ്. വിശന്നിരിക്കുമ്പോൾ ശിശുക്കൾ എങ്ങനെയാണോ അമ്മയുടെ മുലപ്പാൽ കുടിക്കാനായിട്ട് തിരയുന്നത്, അതിന് വേറെ ഒരു ചിന്തയുമില്ല. അപ്പോൾ ആ മുലപ്പാൽ കിട്ടണം. പ്രിയം പ്രിയേവഭ്യുഷിതം വിഷണ്ണ. ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ കാത്തിരിക്കുന്ന ആ ഒരു ആകാംക്ഷയുണ്ടല്ലോ, അതുപോലെ ആയിരിക്കണം നമുക്ക് ആ ഭഗവത് സന്നിധിയിലേക്ക് എത്തേണ്ടത്.
പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷതിദർശതേ ത്വാം. മനസ്സ്, എൻ്റെ മനസ്സ് അതുപോലെ അരവിന്ദാക്ഷനായിരിക്കുന്ന അങ്ങയുടെ സമീപത്തെത്തുവാൻ കൊതിക്കുന്നു. ആ ഒരു ഭക്തിയുടെ ഒരു പാരമ്യത ഇവിടെ പറയുന്നതേ ഉള്ളൂ. എന്നിട്ടാണ് നേരത്തെ ഇവിടെ ചൊല്ലിയ ആ മനോഹരമായ ശ്ലോകം. എന്താണ്? മമോത്തമ ശ്ലോകജനേഷു സഖ്യം. ഭഗവാന്റെ ഭക്തന്മാരോടായിരിക്കണം എനിക്ക് സഖ്യം. നമ്മളൊക്കെ സഖ്യം കൂടുന്ന അങ്ങനെയുള്ള ഭക്തന്മാരോടാണോ? നമ്മൾ അംബരീഷൻ്റെയൊക്കെ കഥ കേട്ടില്ലേ? അംബരീഷൻ എന്നാണ് തൊൽസംഗിഷു തൊയ്ജമഗ്നമനാ സദൈവ. അദ്ദേഹം വലിയ ചക്രവർത്തിയാണെന്ന് അംബരീഷൻ ഇല്ലേ? സപ്താർണവാവൃത മഹീദൈതോഭിരേമേ തൊൽസംഗിഷു തൊയ്ജ മഗ്നമനാസദൈവ. 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നിട്ടും ഈ അംബരീഷന് തൊൽസംഗിഷു അങ്ങയുടെ ഭക്തന്മാരിലും അങ്ങയിലുമാണ് താല്പര്യം. എവിടെ വരരുത്? നമുക്ക് താല്പര്യമുള്ള എവിടെയൊക്കെയാണ്? ത്വന്മായയാത്മാത്മജതാരകേഹേ ശ്വാസക്തചിത്തസ്യ. അങ്ങയുടെ മായ കൊണ്ടാണ് നമുക്ക് ഈ മിത്ര ഭാര്യ കളത്രങ്ങളിലെല്ലാം താല്പര്യമുണ്ടാകുന്നത്. ത്വന്മായ ആത്മാത്മജതാരഗേഹേഷ്. കുടുംബ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം നമ്മൾ വിട്ടിരിക്കുകയല്ലേ? നമ്മൾ ഗോപശ്രീകളുടെയൊക്കെ ആ ഒരു ഭഗവാന്റെ ഓടക്കുഴൽ കേട്ടപ്പോൾ ആ ഗോപശ്രീകൾ ഓടിയ ഓട്ടം നമ്മൾ നാരായണീയത്ത് കേട്ടില്ലേ? താഗേഹകൃത്യ നിരതാതനയ പ്രസക്ത കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ. സർവം വിസൃജ്യ. ഗോപശ്രീകളെല്ലാം അവിടെ ഓരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വൃദ്ധരായവരെ ശുശ്രൂഷിക്കുന്നു, ഭർത്താവിൻ്റെ സുഖം, ഇതെല്ലാം വിട്ടിട്ട് ഭഗവാന്റെ ആ ഓടക്കുഴൽ കേട്ടപ്പോൾ കാന്താരത്തിലേക്ക് അവരോടിപ്പോവുകയാണ്. ഇതാണ് ആ ഭക്തി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നേരമാണ് ഇത് കേട്ടപ്പോൾ നമ്മുടെ ദേവേന്ദ്രൻ ഒരു സംശയം. ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ സംശയമല്ല, പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ് ഈ കഥ കേട്ടപ്പം. വൃത്രാസുരവതെല്ലാം കേട്ടല്ലോ. എന്താണ് ഈ വൃത്രാസുരന്, ഈ ആസുരീയ കുലത്തിൽ ജനിച്ച വൃത്രാസുരന് ഇങ്ങനെ ഒരു ഭക്തി ഉണ്ടാകാൻ കാരണം? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. വൃത്രസ്തു സ കഥം പാപ സർവലോകോപതാപന യുദ്ധം ദൃഢമതിർ കൃഷ്ണയാസീത് സംഗ്രാമ ഉൽബണേ. ഇതെവിടാണ് ഉണ്ടായത്? ഉൽബണമായ സംഗ്രാമത്തിൽ, ഘോരമായ യുദ്ധം നടക്കുന്ന സമയത്താണ് ഈ വൃത്രാസുരന് ഇങ്ങനൊരു ഭക്തി ഉണ്ടാകുന്നത് അല്ലേ? അമ്പോ മഹിമാഭിതാർഷഭൂവേ തവ വൻ പോർക്കളത്തിലും നിഷ്കാമകാഹളം എന്ന് ഭഗവത്ഗീതയെ പറ്റി വള്ളത്തോട് പറയത്തില്ലേ? പോർക്കളത്തിൽ വെച്ചാണ് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചത്. അതുപോലെ ഈ വൃത്രൻ്റെ ഭക്തി നമ്മൾ പാരമ്യതയിൽ കാണുന്നത് യുദ്ധരംഗത്താണ്. അതാണ് യുദ്ധം ദൃഢമതിർ കൃഷ്ണയാസീത് സംഗ്രാമ ഉൽബണേ. ഉൽബണം സംഗ്രാമം എന്ന് വെച്ചാൽ യുദ്ധം. ഘോരമായ ഈ യുദ്ധത്തിൽ എങ്ങനെയാണ് വൃത്രാസുരന് ഇങ്ങനെ ഒരു ഭക്തി ഉണ്ടായത്? ഈ ഭക്തി നമ്മൾ എവിടെയും കാണുന്നില്ല. എങ്ങനെയാണ്? ദേവാനാം ശുദ്ധസത്വാനാം ഋഷീണാം ച അമലാത്മനാം ഭക്തിർ മുകുന്ദചരണേ ന പ്രായേണോപജായതേ. ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ഭക്തി ഇല്ലാത്തത്? ദേവാനാം ശുദ്ധസത്വാനാം, ശുദ്ധ സാത്വിക ഗുണന്മാരായിരിക്കുന്ന ദേവന്മാരിൽ പോലും ഈ ഒരു ഭക്തി കാണുന്നില്ല. നൈർഷീണാം അമലാത്മനാം, പരിശുദ്ധ ചിത്തന്മാരായ ഋഷീശ്വരന്മാരിലും നമുക്ക് ഈ ഒരു ഭക്തി കാണാൻ പറ്റുന്നില്ല. അതായത് ഈ പരീക്ഷത്തിൻ്റെ ഒരു സംശയമാണ് ശുഖത്തിൻ്റെ കൂടെ ചോദിക്കുകയാണ്. ഭക്തിർ മുകുന്ദചരണേന പ്രായേണോ ഉപജായതേ. ഇങ്ങനൊരു ഭക്തി ഇങ്ങനെ കാണുന്നില്ലല്ലോ. എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇത് കേട്ട് സന്തുഷ്ടനായ ശുഗൻ ബ്രഹ്മർഷിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ശിഷ്യന്മാർ ചോദിക്കുന്നത് വലിയ ഇഷ്ടമാണല്ലോ. അവരിങ്ങനെയൊക്കെ പറയാൻ നടക്കുകയല്ലേ. അവർക്ക് വളരെ സന്തോഷമായി. ഇത് കേട്ടപ്പം ശുഗൻ പറയാണ്, ഒരു ഇതിഹാസം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ഇതിഹാസം ഞാനുണ്ടാക്കിയതല്ല. ആരാണ്? ദേവല മഹർഷിയും നാരദനും പിന്നെ എൻ്റെ അച്ഛനായ വേദവ്യാസനിൽ നിന്നും കിട്ടിയ ഒരു ഇതിഹാസം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ചിത്രകേതുവിൻ്റെ കഥ പറയുന്നത്. എന്തുകൊണ്ടാണ് വൃത്രൻ ഇത്രയും വലിയൊരു ഭക്തി ഉണ്ടായതെന്ന് പറയുകയാണ്. ആസീദ് രാജാ സാർവഭൗമ ശൂരസേനേഷു വൈ നൃപ. ശൂരസേനം എന്ന രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ചിത്രകേതു രിതിഖ്യാത. ചിത്രകേതു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യസ്യാസീത് കാമതുക്മഹി. ഉണ്ടോ?
നേരത്തെ അംബരീഷൻ്റെ കാര്യം പറഞ്ഞ കണക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ശൂരസേന രാജ്യവും കാമതുകായിരുന്നു. കാമതുക എന്ന് വെച്ചാൽ കാമധേനുവായിരുന്നു. ആ രാജ്യം കാമധേനുവാണെന്ന് പറഞ്ഞാൽ ആ പ്രജകളൊക്കെ എന്ത് സന്തുഷ്ടരായിരിക്കും, എല്ലാം കിട്ടും. ഭരണാധികാരികൾ അങ്ങനെയാണെങ്കിൽ രാജ്യവും സമൃദ്ധമായിരിക്കും. നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ ഭരണത്തിൻ്റെ വൈപരീത്യങ്ങൾ പല സ്ഥലത്തും. അതൊക്കെ മാറാൻ വേണ്ടി ഭരണാധികാരികൾ നിഷ്കാമമായിട്ട് ചെയ്യുന്നവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിലെ രാജാവായ ചക്രവർത്തിയായിരുന്നു ചിത്രകേതു. അദ്ദേഹത്തിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറയണ്ടേ. രൂപൗദാര്യവയോ ജന്മവിദ്യൈശ്വരീയ ശ്രിയാദിഭിർ സമ്പന്നസ്യ ഗുണൈർ സർവൈർ ചിന്താവന്ധ്യാ പതേരഭൂത്. അദ്ദേഹത്തിന് എല്ലാം ഉണ്ട് രാജാവിന്. അതൊക്കെയാണ് രൂപമുണ്ട്, നല്ല സൗന്ദര്യം, ഔദാര്യം, ദാനശീലമുണ്ട്, വയസ്സുണ്ട്, നല്ല യൗവനമുണ്ട്, ജന്മം കുലമുണ്ട്, വിദ്യ, ഐശ്വര്യം, സകലതുമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചിന്ത വന്നതിൻ്റെ കാര്യമാണ് വന്ധ്യാവതിയായിട്ടാണ് അദ്ദേഹത്തിനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭാര്യമാരൊന്നും പ്രസവിക്കുന്നില്ല, അനവത്യ ദുഃഖം. അതാണല്ലോ ഏറ്റവും വലിയ ദുഃഖം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ മക്കളുണ്ടാകാത്തതിൻ്റെ ദുഃഖം. അത് ഈ രാജാവിനെ കലശലായിട്ട് അലട്ടി. അങ്ങനെ ആ ഒരു ദുഃഖം കാരണം എന്ത് സംഭവിച്ചു? നതസ്യ സമ്പദഃ സർവാ മഹിഷ്യോ വാമലോചന. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെല്ലാം അതീവ സുന്ദരികൾ. കോടിക്കണക്കിന് ഭാര്യമാരുണ്ടെന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണന് 16,008 ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് കോടിക്കണക്കിൽ അസംഖ്യം ഭാര്യമാരുണ്ട്. അവരെല്ലാം വാമലോചനകളുമാണ്, അതിസുന്ദരിമാർ. പിന്നെ സർവ്വത സമ്പത്ത് ആവശ്യം പോലെ. സാർവഭൗമസ്യ ഭൂശ്ചേയം അഭവൻ പ്രീതിഹേതവ ന പ്രീതിഹേതവ. ഇതൊന്നും അദ്ദേഹത്തിന് പ്രീതിക്ക് കാരണമായില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതേ. നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മളെല്ലാം തൃപ്തരാണോ? അല്ല. ഏതെങ്കിലും ഒരു ദുഃഖം മതി, ഇല്ലേ? അതിൽ നേരത്തെ ഇവിടെ ചൊല്ലിയ ഭഗവത്ഗീതയിലെ വാക്യം സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്വസ്വ എന്ന് നേരത്തെ അവിടെ ചൊല്ലിയല്ലോ. അത് അതായത് ജയത്തിലും പരാജയത്തിലും ഒരുപോലെയും ലാഭത്തിലും നഷ്ടത്തിലും ഒരുപോലെയും സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സുഖം വരും ദുഃഖം വരും. ആഗമാ പായിനോ അനിത്യാം താം തിദിക്ഷസ്വ ഭാരത എന്ന് ഭഗവാൻ ഗീതയിൽ അർജുനനെ ഉപദേശിക്കും. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത. ഈ ഇന്ദ്രിയങ്ങൾ സുഖവും ദുഃഖവും ഒക്കെ തരുന്നവയാണ്. അതിനെ തിദിക്ഷസ്വ, അതേ നമുക്ക് പറ്റൂ. അല്ലാതെ അതിനെ നമുക്ക് തടയാൻ പറ്റത്തില്ല. ദ്വന്ദ്വങ്ങളിലാണ് ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ആ ദ്വന്ദ്വാതീതനായി മാറിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം. അതാണ് ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും, ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല, സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം. രാമായണ എഴുത്തച്ഛൻ്റെ എല്ലാവർക്കും അറിയാം, അല്ലേ? വാൽമീകി രാമനോട് ചോദിക്കുകയാണ്, ഞാൻ എവിടാണ് രാമൻ വാൽമീകിയോട് ചോദിക്കുകയാണ്, ഞാൻ എവിടാണ് മഹർഷിയെ താമസിക്കേണ്ടത്? ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും. നമ്മളുടെ കാര്യമാണ് പറയണതേ. രാമൻ നമ്മുടെ മനസ്സിൽ ഇരിക്കണമെങ്കിൽ ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും. എന്തെങ്കിലും ഇഷ്ടം വരുമ്പോൾ നമ്മളെല്ലാം അമിതമായിട്ട് തുള്ളിച്ചാടും. പക്ഷേ എന്തെങ്കിലും നഷ്ടം വരുമ്പോഴോ വാടി തളരും. ഇത് രണ്ടുമില്ലാത്തവരുടെ മനസ്സിൽ നീ പോയി താമസിച്ചുകൊള്ളൂ എന്നാണ് വാൽമീകി രാമനോട് പറയുന്നത്. എന്നിട്ട് ഒരു യഥാർത്ഥ ഭക്തൻ്റെ സ്വഭാവം എന്തായിരിക്കണം? അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇതൊന്നും അദ്ദേഹത്തിന് പ്രീതികരമായില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഇവർ കുശലാന്വേഷണമൊക്കെ ആ സമയത്ത് ഋഷി അങ്കിരസ് എന്ന ഋഷി ഈ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. ഇവരിങ്ങനെ നടക്കുമല്ലോ, മഹർഷിമാരിങ്ങനെ, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ എന്തോ ഒരു ദുഃഖമുണ്ടെന്നറിഞ്ഞിട്ട് അവർ അവിടെ വരികയാണ്. ഈ ഋഷിമാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഏത് രഹസ്യവും അവർക്കറിയാം. മറവിൽ കിടക്കും ജനിമരണകാരണങ്ങൾ പോലും അറിയും സൂക്ഷ്മദൃക്കുകളാണവർ. അത്രയും സൂക്ഷ്മഗ്രാഹികളായിരിക്കുന്ന ഈ ഋഷീശ്വരന്മാർ കൊട്ടാരങ്ങളിലുമൊക്കെ നടന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് അങ്കിരസ് അവിടെ എത്തിച്ചേർന്നു. അങ്കിരസ് ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, യസ്യാത്മാനുവശസ്യ സർവേ തദ്വശകായിമേ. എന്താണ് അങ്ങയുടെ മനസ്സ്? ശരിക്കും വശകനല്ലേ? അതായത് അങ്ങയ്ക്ക് അധീനനല്ലേ അങ്ങയുടെ മനസ്സ്? ലോകാസപാലായ യച്ഛന്തി സർവേ ബലിം.
അതന്ത്രിത. അങ്ങനെ മനസ്സ് അങ്ങയ്ക്ക് അടക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ദുഃഖം കൊണ്ട് കലങ്ങിയിരിക്കുകയല്ലേ. ഇത് ഈ അംഗരസിന് മനസ്സിലായിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അങ്ങയുടെ മനസ്സിനൊരു ചഞ്ചലത? അതുണ്ടെങ്കിൽ ആ ചഞ്ചലതയൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ലോകപാലന്മാർ പോലും ദിക്പാലന്മാർ പോലും അങ്ങയുടെ അജ്ഞാനുവർത്തികളാകുമല്ലോ. അന്നേരം നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വെള്ളത്തോട് പറയത്തില്ലേ, ചിത്തമാം വലിയ വൈരി കീഴമർന്ന അത്തൽ തീർന്ന എമി തന്നെ ഭാഗ്യവാൻ. അല്ലേ? ചിത്തമാം വലിയ വൈരി. നമ്മുടെ മനസ്സാണ് നമ്മുടെ ഇതുപോലെയുള്ള ഈ ആശാപാശങ്ങളിൽപ്പെട്ട് നമ്മളെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് ആ മനസ്സൊന്ന് അടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരു ചക്രവർത്തിയേക്കായും അഭികാമ്യമെന്ന് പറയുകയാണ്. ഇത്ര ധന്യത തികഞ്ഞു കാൺമതില്ല അത്ര നൂനമൊരു സാർവഭൗമനിൽ. കുമാരനാശാൻ പറയാണ് നളിനിയിൽ, ഇത്ര ധന്യത തികഞ്ഞു കാൺമതില്ല. മനസ്സ് കീഴടക്കിയ ഒരാളെപ്പോലെ ധന്യത ഒരു ചക്രവർത്തിക്ക് പോലും കാണുകയില്ല. ചിത്രകേതു അതിനുള്ള മറുപടി കൊടുക്കുകയാണ്. അതിനു മുമ്പേ സ്വയം സന്തുഷ്ട ആത്മനാ പ്രിയതേനാത്മാ പരത സ്വതയേവ ലക്ഷയേ അലബ്ധകാമം ത്വാം ചിന്തയാ ശബളം മുഖം. അങ്ങയുടെ മനസ്സും ഒക്കെ വ്യാകുലമായതുകൊണ്ട് മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ എന്ന് ഈ അംഗിരസ് പറഞ്ഞപ്പോൾ ചിത്രകേതു പറയാണ്, ലോകപാലൈരഭിപ്രാർത്ഥ്യ സാമ്രാജ്യ ഐശ്വര്യ സമ്പദ നന്ദയന്ത്യപ്രജമ്മാം ക്ഷുത്രിക്കാമമിവാപരേ. അല്ലയോ മഹർഷി, എനിക്ക് ദുഃഖം തന്നെയാണ്. ക്ഷുത്രിക്കാമമിവാപരേ, അതായത് വിശന്നുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ടില്ലേ ഇവിടെ. ഏത് ചിത്രകേതു ഉപാഖ്യാനം കേട്ടാലും ആളുകളുടെ മനസ്സ് നിൽക്കില്ല. അവിടെ സദ്യ എപ്പം തുടങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, പ്രസാദ ഊട്ട്. അതുപോലെയാണ് ചിത്രകേതു പറഞ്ഞത്. വിശന്ന് അവലാതിപ്പെട്ടിരിക്കുന്ന ഒരാളെ വേറെ ഏതെങ്കിലും സുഖദുഃഖങ്ങൾ സുഖം എക്കോ. എനിക്ക് ഈ കാണുന്ന കൊട്ടാരത്തിൽ എല്ലാവിധ സമ്പത്തുകളും ഉണ്ട്, പക്ഷേ എനിക്ക് ഈ അനവത്യ ദുഃഖം എന്ന ആ വിശപ്പ് ഉള്ളതുകൊണ്ട് മറ്റ് സുഖങ്ങളൊന്നും എന്നെ യേശുന്നില്ല എന്ന് അംഗിരസിനോട് ആര് പറഞ്ഞു? ഈ ചിത്രകേതു പറഞ്ഞു. തതപ്പാഹി മഹാബാഹോ പൂർവൈർസഹഗതം തമാ യഥാതരേ മധുസ്താരം പ്രജയാ തദ്വിദേഹിന. അന്നേരം എൻ്റെ പൂർവികരെല്ലാം അതാണ്, ഈ അവത്യമില്ലെങ്കിൽ മക്കളില്ലെങ്കിൽ പൂർവികർ വരെ നരകത്തിൽ പോകുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ആ നരകത്തിൽ പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന എന്നെ ഏത് ദുഃഖമാണോ അലട്ടുന്നത് അതങ്ങൊന്ന് മാറ്റിത്തരണേ. ഇവിടെ ഏത് ദുഃഖമാണ് അലട്ടുന്നത്? അനവത്യ ദുഃഖം, അതായത് മക്കളില്ലാത്ത ദുഃഖം. അന്നേരം എനിക്കൊരു കുട്ടി ഉണ്ടാകണേ എന്നുള്ള വരമാണ് അംഗിരസിനോട് ആര് ചോദിച്ചത്? ചിത്രകേതു ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണ്? മക്കളുണ്ടായി കഴിഞ്ഞാൽ എല്ലാ ദുഃഖവും മാറും. ഇവിടെ ഇരിക്കുന്ന അനുഭവസ്ഥരാണ് എല്ലാവരും. മക്കളുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്നവരാണ്. പക്ഷേ നമ്മളതൊന്നും ഉൾക്കൊള്ളത്തില്ല, അല്ലേ? കല്യാണം കഴിഞ്ഞാൽ ഉടനെ മക്കളുണ്ടാകണം. ഇനി മക്കളുണ്ടായതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കേട്ട ഉടനെ അംഗിരസിൻ്റെ കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം വളരെ തീക്ഷ്ണമാണ്. വേറെ ഒരു കാര്യവും പറഞ്ഞാൽ ഇപ്പം ഏക്കത്തില്ല, അല്ലേ? കുശലമാർഗങ്ങളന്നു കേൾക്കുമായി അതിന് പിന്നെ പറയും അംഗിരസ്. ഏതായാലും അംഗിരസ് ഇദ്ദേഹത്തിന് ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി തൊഷ്ടാവിനെ കൊണ്ട്. നേരത്തെ വിശ്വരൂപൻ മരിച്ചപ്പം വൃത്രൻ ഉണ്ടാക്കിയ തൊഷ്ടാവ് ചെയ്തില്ലേ, ആ തൊഷ്ടാവിനെ തന്നെ കൊണ്ട് അല്ലെങ്കിൽ സൂര്യനെ കൊണ്ട് ഏതോ ഒരു യാഗം നടത്തി, പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ട് അതിൽ നിന്ന് വന്ന പായസം ആർക്ക് കൊടുത്തു? ഇദ്ദേഹത്തിൻ്റെ മൂത്ത ഭാര്യ. അനേകം ഭാര്യമാരുള്ളതിൽ അതീവ സുന്ദരിയും ഏറ്റവും ജ്യേഷ്ഠയുമായിരിക്കുന്ന ആ കൃതദ്യുതി എന്ന ഭാര്യയ്ക്കാണ് എന്ത് കൊടുത്തത്? ഈ യജ്ഞശിഷ്ടം കൊടുത്തത്. സാറിന് യജ്ഞശിഷ്ടമൊക്കെ കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? യജ്ഞശിഷ്ട അശ്വിനസന്തോ മുച്യന്തേ സർവകിൽബിഷൈ. ഭഗവാൻ പറയുന്നതാണ്, യജ്ഞശിഷ്ടം കഴിക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മാറും. അതാണ് യജ്ഞശിഷ്ടത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവിടെ അത് ക്രമവിരുദ്ധമായിട്ട് ഒരാഗ്രഹത്തിൻ്റെ പേരിൽ നടത്തിയ യജ്ഞശിഷ്ടമായി അത് കൃതദ്യുതിക്ക് കൊടുത്തു. കൃതദ്യുതി അത് കഴിച്ച ഉടനെ തന്നെ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങി. ഗർഭിണിയായി കൃതദ്യുതി. അതായത് ചിത്രകേതുവിൻ്റെ മൂത്ത ഭാര്യയായ കൃതദ്യുതി ഒരു കുഞ്ഞിന് പ്രസവം നൽകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇത് കൊടുത്തപ്പോൾ, ഈ വരം കൊടുത്തപ്പം തന്നെ, ഈ പ്രസാദം കൊടുത്തപ്പം തന്നെ അംഗിരസ് പറഞ്ഞു, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുട്ടി ദുഃഖവും സുഖവും ദുഃഖവും തരുന്നതായിരിക്കും.
പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ സന്തോഷാധിക്യത്തിൽ ഈ ചിത്രകേതു ശ്രദ്ധിച്ചില്ല. ദുഃഖവും ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ വരം കൊടുത്തത്. ഏതിനും ഉണ്ട് സുഖ ദുഃഖം ദ്വന്ദ്ഭാവത്തിലേ ഇരിക്കത്തുള്ളൂ. ആ സത്യം ഉപദേശിച്ചിട്ടാണ് ഈ വരം കൊടുത്തത്. പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്ക് ഇപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഇദ്ദേഹം സന്തോഷത്തോടെ വാങ്ങിച്ചു ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ ഗർഭിണിയായി. ചിത്രകേതോരതിപ്രീതര്യദാദാരേ പ്രജാപതി. അവിടാണ് കുഴപ്പം. അങ്ങനെ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിത്രകേതുവിന് എന്തെന്നില്ലാത്ത സന്തോഷം. കൊട്ടാരം മൊത്തം ആഹ്ലാദത്തിൽ മുഴുകി. എല്ലാ ബ്രാഹ്മണർക്കും എല്ലാം സംഭാവന എല്ലാം കൊടുത്ത് അവസാനം അദ്ദേഹത്തിന് ഈ തനിക്ക് പുത്രൻ തന്ന ആ ഭാര്യയോട് ഒരു പ്രത്യേക സ്നേഹം. അല്ലേ? സാധാരണ തന്നെ ഭാര്യമാരെ ഒന്ന് രണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമാണ്. അല്ലേ? ശ്രീകൃഷ്ണൻ്റെ കാര്യം പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറയത്തില്ലേ, മുറ്റുമൊരുത്തിയലാളിക്കുമ്പോൾ മറ്റേ പെണ്ണിന് മുഞ്ഞി കറുക്കും, തെറ്റെന്ന് അവളെ സമ്മാനിച്ചാൽ കുറ്റം മറ്റവളൊന്നുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാർ കളിയാക്കും. അത് തന്നെയാണ് ഇവിടെയും വന്നത്. ഈ രാജാവിന് തൻ്റെ മകൻ്റെ അമ്മയായ കൃതദ്യുതിയോട് സ്നേഹക്കൂടുതൽ വന്നു. അതാണ് ചിത്രകേതോരതിർപ്രീതി യഥാദാരേ പ്രജാപതി. അതായത് മക്കളുള്ള ആ ഭാര്യ തഥാ അന്വേഷു സംജജ്ഞേ. മറ്റു ഭാര്യമോട് ആ സ്നേഹം കിട്ടിയില്ല. സ്നേഹം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അത് ഇച്ചിരി കുറഞ്ഞു. അത് വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം മറ്റു ഭാര്യമാർക്ക് ഒന്നാമത് മക്കളില്ല. അത് കൃതദ്യുതി ചെയ്ത ഒരു കുഴപ്പമാണേ. കാരണം ഈ യജ്ഞശിഷ്ടം കിട്ടിയപ്പം കുറച്ച് അവർക്കും കൂടെ കൊടുക്കാമായിരുന്നല്ലോ. പണ്ട് കൗസല്യയ്ക്ക് ഈർഷ്യസർഗൻ കൊടുത്തപ്പോൾ കൗസല്യ മറ്റു ഭാര്യമാർക്കും കൂടെ കൊടുത്തു. അല്ലേ? സപത്നിയെ. ഇവരത് ചെയ്തില്ല. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കുഴപ്പം അവർ അനുഭവിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ആർക്കെങ്കിലും കൂടെ ഒക്കെ കൊടുക്കണ്ടേ? ഏതായാലും അത് കഴിച്ച ഗർഭം ധരിക്കുമല്ലോ. പക്ഷേ അത് കൃതദ്യുതി ചെയ്യാത്തത് കൊണ്ട് ഈ രാജാവിന് തന്നോട് അമിതമായ പ്രേമം ഉണ്ടാകുകയും മറ്റു സപത്നികൾക്ക് വിരോധം വരികയും ചെയ്തു. അത് വലിയ കുഴപ്പം ചെയ്തു. എന്താണ് സംഭവിച്ചത്? ഇവരെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു. ആരാ? ഈ കുട്ടിയെ ഇല്ലാതാക്കിയാൽ തങ്ങളുടെ ആ ഒരു അസൂയ, രാജാവിനോട് തോന്നിയ അമർഷം ഈ കുട്ടിയെങ്കില്ല. അങ്ങനെയൊക്കെയാണെങ്ങനെ തോന്നിപ്പോവും. അതാണ് മർത്യന്തൻ വികട സ്വഭാവം അറിയുന്നാരിന്നകോ. ആ കുട്ടിയെ ഇത്രയും മനോഹരിയായിരിക്കുന്ന ആ കുഞ്ഞിനെ കൊല്ലാനായിട്ടാണ് ഈ സപത്നിമാർ തീരുമാനിച്ചത്. അങ്ങനെ അവർ ആ കുഞ്ഞിന് വിഷം കൊടുത്തു എന്ന് പറയുകയാണ്. ഈ വിഷം കൊടുത്ത് ഈ കുഞ്ഞ് മരണപ്പെട്ടു. ഇത് ദാസിമാർ കണ്ട് ആ ദാസിമാരാകെ നിലവിളിച്ചു. കൃതദ്യുതിയും ഈ വിവരം അറിയാണ്, ഈ കുഞ്ഞ് മരിച്ച വിവരം. അതാണ് പ്രവിശ്യ രാജ്ഞീ ത്വരയാദാത്മജാന്തികം ദദർശബാലം സകസാ മൃതം സുതം. ഓടിച്ചെന്ന് കുഞ്ഞിനെ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞ് മരണപ്പെട്ടു എന്ന് ഈ കൃതദ്യുതിക്ക് മനസ്സിലായി. ഇനി കുറേ വർണ്ണനയുണ്ട് അവരുടെ ആ ദുഃഖഭാരമൊക്കെ വർണ്ണിക്കുന്നതേ. എന്ത് മനോഹരമായിരുന്ന ആ രൂപം, പെട്ടെന്ന് എന്തു മാറ്റമുണ്ടായി. അല്ലേ? കുമാരനാശാൻ പറയും, കരുതരുതൊരു ഭൂതി കാൺകിലും സ്ഥിരശുഭയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഐശ്വര്യങ്ങളെല്ലാം കാണുമ്പോൾ അത് സ്ഥിരമാണെന്ന് നമ്മൾ ധരിച്ച് വശായിരിക്കും. അതൊരിക്കലും സ്ഥിരമല്ല. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു നിമിഷം കൊണ്ട് ആ അന്തരീക്ഷമെല്ലാം മാറി. വളരെയധികം സുന്ദരിയായി ഒരുങ്ങിയിരുന്ന കൃതദ്യുതി ഈ പുത്രൻ്റെ മരണം അറിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, മനോഹരമായ കുറച്ച് ശ്ലോകങ്ങളുണ്ട്. മനോഹരമല്ല, കേൾക്കാനുള്ള കാവ്യ ഗുണങ്ങളുള്ള. സ്തനദ്വയം കുങ്കുമഗന്ധമണ്ഡിതം നിഷിഞ്ചതേ സഞ്ജനബാഷ്പബിന്ദുഭി വിഗീര്യകേശാൻ വികളസ്രജം സുധം ശുശോചിത്രം കുരരീവ സുസ്വരം. ഒരു കുരരിപ്പക്ഷിയെ പോലെ വാവിട്ട് സുസ്വരം എന്നാണ് പറയുന്നത്. നല്ല സ്വരത്തിലാണ് വിലാപം. കാരണം അതിൻ്റെ ആ വർണ്ണന. സ്തനദ്വയം കുങ്കുമഗന്ധമണ്ഡിതം. മറിടത്തിലൊക്കെ കുങ്കുമമൊക്കെ അണിഞ്ഞ് വെച്ചിരുന്നതിൽ നിന്ന് ഈ കണ്ണുനീരിൽ അഞ്ജനമണിഞ്ഞ് ആ കണ്ണുനീർത്തുള്ളി വീണ് അതെല്ലാം വിവർണമായിരിക്കുന്ന ശരീരം. വികീര്യ കേശാൻ. ആ കേശമൊക്കെ രാജ്ഞിമാരിരിക്കുന്നത് എന്തോ മനോഹരമായിട്ടായിരിക്കും. അതെല്ലാം പാറി പറന്ന് വികളസ്രജം, സ്രജ അതമ്മ ഈ മാല, അതെല്ലാം പൊട്ടിയെല്ലാം പോയി. സുതം ശുചോജ. ആ പുത്രനെയോർത്ത് ഈ അമ്മ വാവിട്ട് നിലവിളിക്കുകയാണ്. ആ വിലാപം ഇങ്ങനെ ഉണ്ട്. ഉത്തിഷ്ഠതാദത്ത ഇമേ ശിശവോ വയസ്യ. അല്ലയോ കുഞ്ഞെ, നീയൊന്നുണരൂ.
ശിശവോ വയസ്യ, നിൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അവർ ത്വാമാഹ്വയന്തി, കളിക്കാൻ വിളിക്കുകയാണ്, സംവിഹർത്തും. ഇതൊക്കെ ആ മാതാവിൻ്റെ ആ മതിവിഭ്രമം. ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇമാതിരി കാര്യങ്ങൾ നമുക്കും ഉണ്ടാകും. പെട്ടെന്നായിരിക്കും നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് പ്രഭാഷണം നടത്തുന്നത്, അടുത്ത നിമിഷത്തിലായിരിക്കും നമ്മൾ വേറൊരു വാർത്ത കേൾക്കുന്നത്. ഇതിൻ്റെ ആനന്ദവും ആ ഭാവവും എല്ലാം അതോടെ ഓടിമറയും. ആ കൊട്ടാരത്തിലും അതുപോലെ ആയിരുന്നു. എന്ത് സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കൊട്ടാരം ഒരു നിമിഷം കൊണ്ട് അങ്ങ് മാറി മറഞ്ഞു അല്ലേ? ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ആ തള്ളയുടെ ആ നിലവിളിയാണ്, ഉത്തിഷ്ഠതാതത ഇമേശി ശവോ വയസ്യാത്വാമാഹയന്തി നൃപനന്ദന സംവിഹർത്തും. അല്ലയോ നൃപനന്ദന, നീയൊന്നുണരൂ, നിൻ്റെ കൂട്ടുകാരെല്ലാം നിന്നെ കളിക്കാനായിട്ട് വിളിക്കുകയാണ്. സുപ്തച്ചിരം ഹശൻ, നീ കുറേ നേരമായിട്ട് ഉറങ്ങിയാണല്ലോ, അശനായ ച ഭവ, വിശപ്പ ആയി കാണുമല്ലോ എന്നൊക്കെ തള്ളയങ്ങ് മതിഭ്രമം വന്നങ്ങ് നിലവിളിക്കുകയാണ്. ഇത് കണ്ട് ഈ നമ്മുടെ ചിത്രകേതു ഓടി വരികയാണ്. അദ്ദേഹം വലിയ ചക്രവർത്തിയെ പുത്രമരണം കേട്ടപ്പോൾ ഇതാണ് നമ്മുടെ ആ അഹന്തയും സകലതും പോകുന്ന ആ ഒരു മട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ? അതുവരെ രാജാവെന്നുള്ള ആ ഭാവത്തിലും ഭക്തനാണ് ശരിയാ, എങ്കിൽ തന്നെയും ആ ഭാവത്തിലൊക്കെ ഇരുന്ന രാജാവ് വിലപന്ത്യാമൃതം പുത്രം ഇത് ചിത്രവിലാപനൈർ ചിത്രകേതുർഭൃശം തപ്തോ മുക്ത കണ്ടോരുരോരത. അതായത് വാവിട്ട് രാജാവ് നിലവിളിക്കുകയാണ്. കൊട്ടാരമെല്ലാം ഇത് കണ്ടുടനെ മറ്റു പ്രജകളും മന്ത്രിമാരും ഉപദേശകരും എല്ലാം നിലവിളിയായി. കൊട്ടാരത്തിൽ ആകെ പ്രശ്നം. ആ സമയത്താണ് ഈ സമയത്ത് വീണ്ടും ആര് വന്ന്, ഈ അങ്കിരസും കൂടെ നാരദനെയും കൂടെ കൊണ്ടുവന്നു. ഈ സന്ദർഭം നമ്മൾ ഓർക്കണം. ആദ്യം അങ്കിരസ് വന്ന് പുത്രനെ കൊടുക്കാൻ വേണ്ടി, ഇപ്പോൾ വന്നു ഈ മരണം അറിഞ്ഞ്. അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരിങ്ങനെ വരാറുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ വന്ന് ചോദിച്ചപ്പോൾ ഈ സംഭവമെല്ലാം മനസ്സിൽ രാജാവിൻ്റെ ഈ വിഷമമെല്ലാം കണ്ട് ഇനി കൊടുക്കുന്ന സാന്ത്വനമാണ്. ഇനിയാണ് വളരെയധികം വേദാന്തപ്രദമായ കുറേ ഉപദേശങ്ങൾ കൊടുത്ത് ഈ മരണദുഃഖത്തിൽ നിന്ന്, ഇത് നമുക്കെന്തിനായി തരുന്ന, നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഈ ചിത്രകേതു ഉപാഖ്യാനം കേട്ടാൽ ഈ രണ്ട് മഹർഷിമാരും നാരദനും ഈ പറഞ്ഞ അങ്കിരസും കൂടെ കൊടുക്കുന്ന ഉപദേശം കേൾക്കുമ്പോൾ നമുക്കും മരണഭയം ഇല്ലാതാകും അല്ലേ? മരണഭയമാണല്ലോ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. എന്നിട്ട് ഈ അങ്കിരസ് ഇത് കേട്ടുടനെ കൊടുക്കുകയാണ് ആ ഉപദേശം. ഏതാണ്? കോയം സ്യാത്തവ രാജേന്ദ്ര ഭവാന്യമനുശോചതി ത്വം ചാസ്യ കഥമസൃഷ്ടൗ പുരേദാനീ മതപ്പര. ഈ കാണുന്ന കുഞ്ഞ് നിൻ്റെ ആരാണ്? ആദ്യം ചോദിക്കുകയാണ്. പണ്ട് താരയെടുക്കാൻ രാമൻ ചോദിക്കില്ലേ, നിന്നുടെ ഭർത്താവ് ദേഹമോ ദേഹിയോ എന്ന് ചോദിച്ച കണക്ക് ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഈ മരണപ്പെട്ട കുട്ടി നിൻ്റെ ആരാണ്? അല്ലയോ രാജാവേ, എൻ്റെ മകനാ. ഉടനെ ചോദിക്കുകയാണ്, ഈ മകൻ കഴിഞ്ഞ ജന്മത്തായിരുന്നോ? ഈ ജന്മത്ത് നിൻ്റെ മകൻ കഴിഞ്ഞ ജന്മത്താരായിരുന്നു? നീ ജനിക്കുന്നതിന് മുമ്പ് ഈ മകനുണ്ടായിരുന്നല്ലോ. ഈ ഇപ്പം പോയ കുട്ടി അതാരായിരുന്നു? മകനായിരുന്നോ? അതുപോലെ ഈ ജീവൻ്റെ ഈ ചാക്രിയ ഗതി പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് കോയം സ്യാത്തവ രാജേന്ദ്ര ഭവാനം അനുശോചതി. അങ്ങ് ആരെക്കുറിച്ചാണോ അനുശോചിക്കുന്നത് അതാരാണ് അങ്ങയുടെ? ത്വം ചാസ്യ കഥമ സൃഷ്ടൗ പുരേ. അതായത് അങ്ങ് ജനിക്കുന്നതിന് മുമ്പേ ഈ കുട്ടി ആരായിരുന്നെന്ന് അങ്ങക്കറിയാമോ? അങ്ങക്ക് ജനിച്ചതിന് ശേഷം പിന്നെ മക്കളുണ്ടായി, ഇതിപ്പോൾ മകനായിട്ടിരിക്കുന്നു. അങ്ങനെ ഇത് നമുക്കറിയാം. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ജനനത്തിന് മുമ്പേ ആരായിരുന്നെന്ന് അറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള ആ തത്വോപദേശം പറഞ്ഞിട്ട് അത് പറയുകയാണ്, ഈ ജീവനെന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും കുറച്ച് ആളിങ്ങനെ ഇരുന്ന് പോവുകയാണ്. മനോഹരമായൊരു ദൃഷ്ടാന്തം പറയുകയാണ്. യഥാ പ്രയാന്തി സംയാന്തി ശ്രോതോ വേഗേന വാലുക സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിന. നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു ജലത്തിൻ്റെ പ്രവാഹത്തിൽ കുറേ മൺതരികൾ ഒഴുകി വന്ന് എവിടെങ്കിലുമൊക്കെ ഒരു കൂന ഉണ്ടാക്കും, മൺതിട്ട ഉണ്ടാക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഒഴുക്ക് വരുമ്പോൾ ഈ മൺതിട്ട വീണ്ടും ഒഴുകിപ്പോയി വേറെ എവിടെങ്കിലുമൊക്കെ ആവും. അതുപോലെയാണ് ജീവാത്മാവ് ഓരോ ശരീരത്തിലും കയറി കുറച്ച് നാൾ അവിടെ ഇരുന്ന് അവിടുന്ന് പോകും. അതായത് ഈ മൺകൂന ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അതിൻ്റെ ആസ്ഥാനം അവിടെ നിന്നേ ഉള്ളൂ. അത് പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. ആ ജീവൻ്റെ ആ ഗതിയാണ് ഇവിടെ പറയുന്നത്. യഥാ പ്രയാന്തി സംയാന്തി. എവിടെയാണോ ഈ ജീവൻ എത്തിച്ചേർന്ന് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്, ശ്രോതോ വേഗേന വാലുക. ഒരു മണൽ തരികൾ ഇങ്ങനെ ഒത്തുകൂടുന്നതാണ്
അല്ലേ? രാമായണത്തിലൊരു സമാധാനം പറയുമല്ലോ, പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഇതുപോലെയാണ് ജീവൻ ഇങ്ങനെ ഓരോ സ്ഥലത്തിരുന്നിരുന്ന് പോണത്. അവരാ ഇരിക്കുന്ന സമയത്ത് തൻ്റേതാണെന്ന് തോന്നും, അല്ലേ? ആ ഒരു സമയത്ത് മാത്രമേ ഈ ജീവനുമായിട്ട് നമുക്ക് സംബന്ധമുള്ളൂ. ഈ മണൽത്തരികളിലെല്ലാം കൂടെ പോയി ഒരു കൂനയായി ഉണ്ടാക്കി അവിടെ കുറച്ച് നാളിരുന്ന് അതിൽ തട്ടിമുട്ടി കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കും, അല്ലേ? ആ നദിയുടെ ആ ഭാഗം. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ ആ സ്ഥലം അങ്ങ് പോയി. അതുപോലെ ജീവൻ വ്യത്യസ്ത ശരീരങ്ങളെ പ്രാപിക്കുന്നു. അതാണ് യാ പ്രയാന്തി സംയാന്തി ശ്രോതോ വേഗേന വാലുക. വാലുക എന്ന് വെച്ചാൽ മണൽത്തരികൾ. സംയുജ്യന്തേ വിയുജ്യന്തേ. അത്രയും മാത്രമായിട്ട് നമ്മൾ ഈ ജീവനെ കണ്ടാൽ മതി. ഇപ്പം നമ്മുടെ പുത്രനായിട്ട് അവൻ ഇരിക്കുന്നു. അടുത്ത ജന്മത്തിൽ അവൻ എന്തായിരുന്നു നമുക്കറിയാൻ പറ്റുമോ? ഇനി കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു അറിഞ്ഞുകൂടാ, ഇനി വരാൻ പോകുന്ന ജന്മത്തിലും അറിഞ്ഞുകൂടാ. ഭഗവത്ഗീതയിൽ അർജുനൻ്റെ കൂടെ ഭഗവാനും അത് പറയും. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തപചാർജുന. ബഹൂനി മേ വ്യതീതാനി. അല്ലയോ അർജുന, എനിക്കും നിനക്കും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. എനിക്കതെല്ലാം അറിയാം, പക്ഷേ നിനക്കതൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ എല്ലാം കുഴപ്പമതാ. നമുക്ക് എത്രയൊക്കെ ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്കറിയാമോ? അല്ലേ? നമ്മുടെ ഈ ശരീരം ആദ്യം ഇങ്ങനെ മാറി മാറി കൊണ്ടുവന്ന് ഇത് മുഷിഞ്ഞ വസ്ത്രം പോലെയാണ്. വസ്ത്രം ഉപേക്ഷിക്കുന്ന കണക്കാണ് പിന്നെ ജീവൻ ഓരോ ശരീരത്തെ പ്രാപിക്കുന്നതെന്ന് പറയും. ഗീതയിലൊരു പ്രസിദ്ധമായ ശ്ലോകമില്ലേ? അതൊക്കെ തന്നെയാണ് ഇവിടെ സംഗ്രഹിച്ച് പറയുന്നത്. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി സംയാതി സമാനി ഗൃഹണാതി. ആ ഒരു ശ്ലോകമുണ്ട്. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. അതായത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറി നമ്മൾ വേറൊരു പുതിയ വസ്ത്രം ഉടുക്കുന്ന പോലെ ഈ ജീവൻ ഈ പഴകിയ ശരീരം വിട്ടിട്ട് പുതിയൊരു ശരീരത്തെ പോകും. ആ ഇരിക്കുന്ന സമയത്ത് അതെൻ്റെ ശരീരം, എൻ്റേതെന്നും പറഞ്ഞ് ഉള്ള ബന്ധം നമ്മൾ നിലനിർത്തും. ജീവന് യാതൊരുവിധമായ ബന്ധവും അവിടെ ഇല്ല. കാരണം ജീവാത്മാവിൻ്റെ തനി പകർപ്പ് തന്നെയാണ്, അല്ല പരമാത്മാവിൻ്റെ തനി പകർപ്പാണ് ജീവാത്മാവ്, അല്ലേ? അതുകൊണ്ട് അതിനെ ഇതൊന്നും ബാധിക്കില്ലെന്നാണ് ഇനി തുടർന്ന് പറയുന്നത്. യഥാധാനാസു വൈധാന ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി ചോദിതാനീശമായയാ. വീണ്ടും ഉദാഹരണം പറയുകയാണ്. അതായത് ഈ വിത്തുകളുണ്ടാവുമല്ലോ, വിത്തുകളുണ്ടായ ഒരു വിത്തിൽ നിന്ന് വേറൊരു വിത്തുണ്ടാകും. പക്ഷേ ഈ വിത്തുകൾക്ക് തമ്മിൽ അങ്ങനെയുള്ളൊരു മമതാബന്ധം ഉണ്ടോ? ഇല്ലല്ലോ. ഒരു വിത്തിൽ നിന്ന് വേറൊരു വിത്തുണ്ടാകുന്നു, ആ വിത്തിൽ നിന്ന് വേറൊരു വിത്തുണ്ടാകുന്നു. അതുപോലെ ഒരു ശരീരത്തിൽ നിന്ന് ഒരു ശരീരം ഉണ്ടാകുന്നു, ആ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി ഈ ചാക്രിയം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ വിത്തുകൾക്ക് തമ്മിലൊരു ബന്ധമോ ഇതുപോലെയുള്ളൊരു മമത്വമോ ഇല്ല. പക്ഷെ മനുഷ്യർക്കതുണ്ട്. അതാണ് ഈ ദുഃഖത്തിന് കാരണമെന്ന് പറയാണ്. യഥാ ധാനാസു വൈധാന ഭവന്തി ന ഭവന്തി ച. ധാന്യങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാകുന്നു, കുറച്ച് നാൾ നിൽക്കുന്നു, അതില്ലാതാകുന്നു. ഏവം ഭൂതേഷു ഭൂതാനി ചോദിതാനി ഈശമായയാ. പക്ഷേ ഈശ്വരൻ്റെ മായ പ്രചോദിതമായിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം പ്രകൃതി നടത്തുന്നത്. ഗീതയിൽ ഭഗവാൻ പറയും, പ്രകൃതിയും സ്വാം അപഷ്ടഭ്യ വിസൃജാമി പുനഃപുന ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതേർവശാത്. ഇവിടെ സൃഷ്ടി നടക്കുന്ന അങ്ങനെ ഭഗവാന്റെ മായ കൊണ്ടാണ് ഈ സൃഷ്ടികളിങ്ങനെ നടക്കുന്നത്. പ്രകൃതിയും സ്വാം അവഷ്ടഭ്യ, തൻ്റെ സ്വന്തം മായയെ പിടിച്ചു നിർത്തിക്കൊണ്ടാണ് ഭഗവാൻ ഈ സൃഷ്ടിപ്രക്രിയയൊക്കെ നടത്തുന്നത് എന്ന് പറയും. അതാണ് യഥാ ധാനാസു വൈധാന ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി ചോദിതാനീശമായയാ. ഭഗവാന്റെ മായയാണ് ഈ സൃഷ്ടിപ്രക്രിയ. മായ എന്ന് വെച്ചാൽ ഇല്ലാത്ത പ്രക്രിയയല്ലേ, യഥാർത്ഥത്തിൽ ഇല്ലാതെ തന്നെ ഒരു മായാജാലം പോലെ നമ്മളെ ഈ ഉണ്ടെന്ന് അനുഭവിപ്പിക്കുന്നതാണ് ഈ സംസാര ദുഃഖം എന്നൊക്കെയാണ് ചിത്രകേതുവിന് അങ്കിരസ് പറഞ്ഞു കൊടുക്കുന്നത്. കഠോപനിരത്തിലും പറയുമല്ലോ, എന്താണ്? സസ്യമിവ മർത്യപ്പച്യതി സസ്യമിവ ആജായതേ പുന. ഒരു സസ്യം മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, ഇത്രേ നടക്കുന്നുള്ളൂ. നമ്മൾ പക്ഷേ അതൊക്കെ വലിയ സംഭവങ്ങളായിട്ട് ഇതെല്ലാം ഈശമായയാ സംഭവിക്കുന്ന പ്രക്രിയകളാണ് എന്ന് പറയാണ്. വയം ച ത്വം ച ഏചേമേ തുല്യകാലാചരാചര. നീയും ഞാനും നമ്മളും എല്ലാം ഒരേ കാലത്ത് ഇപ്പോൾ ഇവിടെ ഉണ്ട്.
ഇപ്പം നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന ഈ പ്രഭാഷണം നടത്തുന്ന ഞാനും അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളായിട്ടുള്ള ആചാര്യനായുള്ള പള്ളിക്കൽ സുനിൽ സാറും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അതെല്ലാം ജന്മമൃത്യോർ യഥാപശ്ചാത് പ്രാഗ്നൈവം. ഇതൊക്കെ നേരത്തെ എവിടെ ആയിരുന്നു നമുക്കൊല്ലാം അറിയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും കഴിഞ്ഞ ജന്മത്ത് എവിടെ ആയിരുന്നെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? നമ്മളെല്ലാം പല ഇതിലായിരിക്കും അല്ലേ? ഒരു പിടിയുമില്ല. അവിയക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവിയക്ത നിധനാന്യേവ തത്രകാ പരിദേവന എന്ന് ഭഗവാൻ ഗീതയിൽ ചോദിക്കും. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ എവിടെ ആയിരുന്നു നമുക്ക് യാതൊരു പിടിയുമില്ല. അവിയക്താദീനി തുടക്കം എവിടാന്ന് നമുക്കൊരു പിടിയുമില്ല. വ്യക്തമധ്യാനി ഇപ്പം കുറച്ച് വരെ ഇങ്ങനെ ഇവിടെ നിന്ന് കാണാവുന്നേ ഉള്ളൂ. അവ്യക്ത നിധനാന്യേവ മരണത്തിന് ശേഷവും അവ്യക്തത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തത്ര കാ പരിദേവന. എന്തിനാ അർജുന ഈ ഇടയ്ക്ക് കാണുന്ന ഈ മൺകൂനകൾ കൂടിയിരിക്കുന്ന സമയത്ത് അത് നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തം പറയുകയാണ്. അത് പിന്നെ ഒഴുകി അതിൻ്റെ വഴിക്ക് പോവും. വസ്ത്രം തന്നെ എന്നും പറഞ്ഞ് നമ്മൾ പോയി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നൊരു വലിയ തുണിയൊക്കെ വാങ്ങിച്ച് നമ്മളിതെന്നും പറഞ്ഞ് കുറേ നാൾ കൊണ്ടു കിടക്കും അല്ലേ? അത് കുറേ നാൾ കഴിയുമ്പോൾ അതങ്ങ് മാറ്റിയിട്ട് പിന്നെ നമ്മുടേതെന്നുള്ള പാട്ടങ്ങ് പോയില്ലേ? അതുപോലെയാണ് ഈ ശരീരം വിട്ട് ജീവാത്മാക്കൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടപ്പം ചിത്രകേതുവിന് ഏതാണ്ടൊക്കെ മനസ്സിലായി. ഇത് 3 ഘട്ടങ്ങളായിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ആദ്യം ഈ അങ്കിരസ് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇനി നാരദനെ വിളിപ്പിക്കുകയാണ്. നാരദൻ്റെയും കൂടെ എല്ലാം ചേർത്തിട്ട് പറയുകയാണ്. ഇത് കേട്ടപ്പം അദ്ദേഹത്തിന് കുറച്ച് ഉണ്ടായി. അതായത് എന്തൊക്കെയാണൊക്കെ പിടികിട്ടുന്നുണ്ട് ചിത്രകേതുവിന്. അതെന്താണെന്ന് പറയാണ്. തസ്മാദ്യുവാം ഗ്രാമ്യപശോർമമ മൂഢതിയ പ്രഭോ അന്തേ തമസ്സി മഗ്നസ്യ ജ്ഞാനദീപ ഉദീര്യതാം. എനിക്ക് വ്യക്തമായിട്ട് ഈ ജ്ഞാനദീപം ഒന്ന് കത്തിച്ച് താ. എനിക്ക് ഏതാണ്ടൊക്കെ ഒന്ന് പിടി കിട്ടുന്നുണ്ട്. ആ സമയമാകണം. ഇവർ ഉപദേശിച്ച് കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. ഈ ഒരു ജ്ഞാനം കിട്ടണമെങ്കിൽ അതിനുള്ളൊരു അർഹത നമുക്ക് വേണം അല്ലേ? ശങ്കരാചാര്യർ ചതുഷ്ടയ ഇത് പറയും, 4 പറയും. നിത്യാനിത്യ വിവേകം തുടങ്ങി ഇഹാമുത്ര ബലഭോഗ വിരാഗം തൊട്ട് ഇത് പറയും. ഇതിനു വേണ്ടിയുള്ള ആ ഒരു 4 കാര്യങ്ങൾ അത് ഉള്ളവർക്ക് മാത്രമേ ഇത് പിടികിട്ടുകയുള്ളൂ. അല്ലാത്തവർക്ക് എത്ര പിടിച്ചാലും മനസ്സിലാകില്ല. തൂലകണത്ത തൊടില്ല നനഞ്ഞാൽ ചൂടാൽ വരണ്ട ബാലരംഭയെ കർപ്പൂരകണ്ഠമാക്കും നീ എന്ന് കുമാരനാചാൻ കരുണയിൽ ഇതിനെപ്പറ്റി പറയും. അതായത് പഞ്ഞിയിൽ ഇച്ചിരി വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അത് കത്തില്ല. ആ വെള്ളമങ്ങ് മാറിക്കഴിഞ്ഞാൽ അതാണ് ചൂടാൽ വരണ്ട ബാലരംഭയെ. അതായത് ഒരു വാഴ കത്താൻ വലിയ പാടാ, പക്ഷേ അതൊന്ന് ഉണക്കിയിട്ടൊന്ന് കത്തിച്ച് നോക്കിയേ. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ രാഗദ്വേഷങ്ങളും ആ ഭേദചിന്തകളും ഒക്കെ മാറിക്കിട്ടിയാൽ ഈ ജ്ഞാനം എളുപ്പം കത്തും. അതാണ് ഇവിടെ പറയുന്നത്. തസ്മാദ്യുവാം ഗ്രാമ്യപശോർമമ മൂഢതിയ പ്രഭോ. ആ മൂഢതിയായിരിക്കുന്ന എനിക്ക് ഇതുവരെ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനുള്ള ഒരു പക്വത ആയതുകൊണ്ട് അന്തേ തമസ്സി മഗ്നസ്യ ഇപ്പോഴും ആ അന്ധകാരം മാറിയില്ല. ആ ജ്ഞാനദീപം ഉദീര്യതാം. ആ ജ്ഞാനദീപം, ആ ജ്ഞാനം കിട്ടണമെന്നൊരാഗ്രഹം ഈ ചിത്രകേതുവിനുണ്ടായി അല്ലേ? ഭഗവത്ഗീതയിലും അതുപോലെ തന്നെയാണല്ലേ ആ സംഭവമല്ലേ? അർജുനൻ ഇങ്ങനെയൊക്കെ കുറേ വിലാപിച്ച് പറഞ്ഞിട്ടൊന്നും ഭഗവാൻ മിണ്ടിയില്ല. 2ാമത്തെ അധ്യായത്തിലും ഭഗവാൻ അങ്ങോട്ട് തുടക്കുന്നതും ഈ ജ്ഞാനോപദേശം തുടങ്ങുന്നില്ല. പക്ഷേ അർജുനൻ ആ ജ്ഞാനത്തിന് അർഹനാണെന്ന് പറയുന്ന ആ ശ്ലോകം കേട്ടപ്പോഴാണ് കാർപ്പണ്യദോഷോ ഉപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേത യേശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തത്മേ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം. ഉണ്ടോ? അതേ അവസ്ഥയിലാണ് ഇവിടെ ചിത്രകേതു നിൽക്കുന്നത്. ശാതിമാം ത്വാം പ്രപന്നം. അങ്ങേ ആശ്രയിച്ചിരിക്കുന്ന എനിക്ക് ശാസിക്കൂ, എന്നെ ഉപദേശിക്കൂ എന്ന് അവിടെ അർജുനൻ പറഞ്ഞു. ഇവിടെയും എന്താണ് ആ അവസ്ഥയിലാണ് ചിത്രകേതുവും പറഞ്ഞത്. ജ്ഞാനദീപ ഉദീര്യതാം. ഞാൻ മൂഢതിയാണ്, കാർപ്പണ്യദോഷമെന്ന് അവിടെ പറഞ്ഞു. ഇവിടെ മൂഢതിയായിരിക്കുന്ന എനിക്ക് ഈ ജ്ഞാനദീപമൊന്ന് കത്തിച്ചു തരൂ എന്ന് പറയാണ്. അത് കേട്ടുടനെ അങ്കിരസ് പറയാണ്, അനുഗ്രഹായ ഭവത പ്രാപ്തൗവാവാമിഹ പ്രഭോ. ഞങ്ങളിവിടെ 2 പേരും വന്നത് അങ്ങേ അനുഗ്രഹിക്കാൻ തന്നെയാണ്. ബ്രഹ്മണ്യോ ഭഗവത് ഭക്തോ നാവസീതിതുമർഹതി. ഇതൊരു തത്വമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഭഗവത് ഭക്തന്മാരൊരിക്കലും ക്ഷീണിച്ചുകൂടാ. അതിന് ഭഗവാൻ അതിന് സമ്മതിക്കില്ല. ഗീതയിൽ തന്നെ പറയത്തില്ലേ, നമേ ഭക്ത പ്രണശ്യതി.
എൻ്റെ ഭക്തന്മാർ ഒരിക്കലും നശിക്കുകയില്ല എന്ന് പറയും. അത് തന്നെയാണ് ഈ അംഗിരസം പറയുന്നത്. ബ്രഹ്മണ്യോ ഭഗവത് ഭക്തോ നാവസീതിതുമർഹതി. ഒരു ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരു ഭഗവത് ഭക്തൻ ഒരിക്കലും നശിക്കുന്നത് ശരിയല്ല. എന്നിട്ട് വീണ്ടും ഉപദേശം പറയാണ്. സർവേപി ശൂരസേനേമ ശോകമോഹഭയാർത്തിത ഗന്ധർവനഗര പ്രഖ്യ സ്വപ്നമായ മനോരഥ. നല്ല ഉപദേശങ്ങളാണ്. പക്ഷേ നമ്മുടെ ഈ സമയം ഇതൊന്നും അങ്ങോട്ട് കയറാനുള്ളൊരു സമയമല്ല. വിശപ്പും ദാഹവുമായിട്ടിരിക്കുന്ന സമയത്ത് ഈ തത്വോപദേശങ്ങൾ പറഞ്ഞാൽ എത്രമാത്രം ഫലിക്കുമെന്നറിയില്ല. എങ്കിലും ഗന്ധർവ നഗര പ്രഖ്യ സ്വപ്നമായ മനോരഥ. എന്ത് ഭംഗിയായിട്ട് പറയാണ്. ഈ കാണുന്നതെല്ലാം സ്വപ്നവും ഇന്ദ്രജാലവും ഒക്കെ തന്നെ ആണോ? നമ്മളീ കാണുന്നതെല്ലാം, അതായത് നമ്മുടെ വീടും ഭർത്താവും ഭാര്യയും കുട്ടികളും എല്ലാം ഒരു സ്വപ്നത്തിൽ നമ്മൾ പലതും കാണുന്നില്ലേ ഇല്ലേ? അതുപോലെയാണ് 3 അവസ്ഥകളാണ് നമുക്കുള്ളത്. ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥാത്രയം എന്നതിന് പറയും. ഈ സ്വപ്നത്തിൽ നടക്കുന്നത് പോലെ തന്നെയാണ് ജാഗ്രതയിലും നടക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല അല്ലേ? നെടിയ കിനാവിത് നിദ്ര പോലെ നിത്യം കെടും, ഇതുപോലെ കിനാവും ഇപ്രകാരം കെടുമതി കാണുകയില്ല, കേവലത്തിൽ പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. എന്ത് മനോഹരമായിട്ട് പറയുന്നത്. നെടിയ കിനാവ്. നമ്മുടെ ഈ പ്രാപഞ്ചിക സംസാര ജീവിതം എന്ന് പറയുന്നത് ഒരു നെടിയ കിനാവാണ്. കാരണം ഇന്നലെ കണ്ടത് സ്വപ്നമാകുമ്പം ഇന്ന് കണ്ട സ്വപ്നം നാളെ കാണണമെന്നില്ല. പക്ഷേ ഇതിങ്ങനെ നീണ്ട ഒരു സ്വപ്നം, പക്ഷെ കാണുന്നതൊക്കെ മിഥ്യ തന്നെ, ഒരു സംശയവുമില്ല. സ്വപ്നത്തിൽ നമ്മൾ എന്താണ് ഉണർന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ കണ്ടതെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം സാങ്കല്പികം, നമ്മുടെ മനസ്സുണ്ടാക്കി കാണിച്ചതാണ് അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. സ്വപ്നമായ മനോരഥ. മനോരഥം പോലെ സങ്കല്പിക്കാൻ ആർക്കാ എന്തോ വയ്യാത്തത്? ഇവിടെ ഇരിക്കുന്ന നമുക്ക് എവിടെല്ലാം സങ്കല്പിക്കുക. ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയിട്ട് എല്ലാവരും വരും, അവിടെ എല്ലാം സായിപ്പന്മാരെല്ലാം കണ്ട് അതെല്ലാം ഉള്ളതാണോ? നമ്മളവരെല്ലാം കാണുന്നു, സംസാരിക്കുന്നു. അതാണ് മനോരഥം. പിന്നെ സ്വപ്നം, പിന്നെ ഇന്ദ്രജാലം. ഇന്ദ്രജാലം ഒരു നല്ല മാന്ത്രികനായിട്ട് ഒരാൾ എന്തെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റേജിൽ തന്നെ ഒരു ആനയൊക്കെ ഉണ്ടാക്കി കാണിക്കും. അതുപോലെയാണ് ഈ കാണുന്ന ജഗത് ഭ്രമം, മിഥ്യയാണ്. ശങ്കരാചാര്യർ ആവർത്തിച്ച് പറയുന്നില്ലേ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. മിഥ്യ എന്ന് വെച്ചാൽ തോന്നൽ. നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അത് വെറും തോന്നൽ. എന്താണ് തോന്നലെന്ന് പറയുന്നത്? ഇതിന് ആത്യന്തികമായ ഉണ്മയില്ല അല്ലേ? ആത്യന്തികമായ ഉണ്മയിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ. ഏതാണ് ആത്യന്തികമായ ഉണ്മ? ദേശത്തിലും കാലത്തിലും അബാധിതമായിരിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഉണ്മ പൂർണ്ണമാകുകയുള്ളൂ അല്ലേ? അതാണ് കാലാദേശാവധിഭ്യാം നിർമുക്തം എന്ന് ഗുരുവായൂരപ്പനെ പറയുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകം, അതാണ് യഥാർത്ഥ ഉണ്മ. പക്ഷെ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും അനിത്യങ്ങളാണ്. ആ ഒരു നിത്യാനിത്യ വിവേകമാണ് ആദ്യമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ അതെല്ലാം പറയുന്നത്. ഗന്ധർവനഗര പ്രഖ്യ സ്വപ്നമായാ മനോരഥ. ഇതങ്ങ് ഉറയ്ക്കണം. ദൃശ്യമാന വിനാർത്ഥേന. വീണ്ടും പറയാണ്, ദൃശ്യമാന കാണപ്പെടുന്നു, വിനാർത്ഥേന ഒരു പരമാർത്ഥമില്ലാതെ. അതായത് പരമാർത്ഥിക സ്ഥിതി ഇല്ലാതെ കാണുന്നത്. അതിനൊരുപാട് ഉദാഹരണങ്ങളില്ലേ? മരുഭൂമിയിൽ കാണുന്ന കാനജലം, നമ്മളവിടെ പോയി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ അട്ടിച്ച് പുറത്ത് നിൽക്കും. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞൊരു കുറച്ച് വെള്ളം എടുക്കാൻ നോക്കാൻ പറ്റുമോ? നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നു. അതുകൊണ്ട് അവിടെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത് മിഥ്യയാണ്. ചെല്ലുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇരുണ്ട വെളിച്ചം, ഇതൊക്കെ പഴയ ഉദാഹരണങ്ങൾ. ഇരുണ്ട വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന ഒരു പാമ്പിനെ കാണുന്നു, കയറാ അവിടെ കിടക്കുന്നത്, ഇത് കാണുന്നുണ്ടല്ലോ, പാമ്പിനെ കണ്ട് മേലെ വിളിക്കുന്നു. അതുപോലെയാണ് ഒരു ഇന്ദ്രജാലം പോലെ നമ്മൾ ഈ ജഗത്തിനെ കണ്ട് ഭ്രമിക്കുന്നതെന്നൊക്കെയാണ് ഈ അംഗിരസും നാരദനും കൂടെ പറയുന്നത്. അതാണ് ദൃശ്യമാന വിനാർത്ഥേന ന ദൃശ്യന്തേ. കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതാവും അല്ലേ? കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നോ വരുത്തുന്നതും. അതുള്ളതാണെന്ന് പറയാൻ പറ്റുമോ? ആണോ? ഇന്നലെയും ഇന്നും നാളെയും എപ്പോഴും ഉള്ളതില്ലേ ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നാളെ ഇല്ലാത്തതിന് നമ്മളെങ്ങനെ ഉള്ളതെന്ന് പറയും? അതാണ് പറയുന്നത് സ്വപ്നമായ മനോരഥ. ഇത് നമ്മുടെ മനസ്സിൽ ധരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ മാതിരിയുള്ള ഇപ്പം ചിത്രകേതുവിൻ്റെ ആ ദുഃഖവും കൃതദ്യുതിയുടെ ദുഃഖവും എല്ലാം നമ്മൾ കണ്ടില്ലേ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും. രാമായണത്തിലൊക്കെ ഇതിൻ്റെയൊക്കെ എത്രയോ ഉപദേശങ്ങൾ കൊടുക്കുന്നു അല്ലേ?
മരണഭയമാണ് നമ്മളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം. പാരിൽ സൃഷ്ടി ദിനം തുടങ്ങി മരണം പേടിച്ച് എന്നൊക്കെ പറഞ്ഞുള്ള ശ്ലോകങ്ങളൊക്കെ അല്ലേ. മരണം പേടിയാണ് ഈ സൃഷ്ടിയുടെ ഒരു 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 ഏറ്റവും ആത്യന്തികമായ ഭാവം. അയം ഹി ദേഹിനോ ദേഹോ ദ്രവ്യജ്ഞാന ക്രിയാത്മക. വീണ്ടും പറയാണ്, അയം ഹി ദേഹിനോ ദേഹ, ഈ ദേഹിയുടെ ദേഹം അല്ലേ, ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ ശരീരം, അതാണ് ദേഹിനോ ദേഹ എന്ന് പറയുന്നത്. ആ ദേഹിയാണ് സ്ഥിരമായിരിക്കുന്നത്, ദേഹം അതിൻ്റെ ശരീരം. ദ്രവ്യജ്ഞാന ക്രിയാത്മക, ഇതെന്ന് പറയുന്ന പഞ്ചഭൂതമാണ് ശരീരം. പിന്നെന്താ ഉണ്ട്? ഇന്ദ്രിയങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം അല്ലേ. കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, അതുപോലെയുള്ള ഈ പഞ്ചഭൂതാത്മകമായ ജഡശരീരം അല്ലേ. തൊലിയുമെലുമ്പുമലം ദുരന്തമന്തക്കലകളുമെന്തും എല്ലാം ഇങ്ങനെയുള്ളതാണ് അല്ലേ. ആ ശരീരമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ദേഹിനോ വിവിധ ക്ലേശ സന്താപകൃതുദാഹൃത. അങ്ങനെ ഈ ദേഹിക്ക്, പക്ഷേ ഈ ശരീരം അങ്ങനെ ഇരിക്കുന്നതല്ല, അത് ഈ ദേഹിയെ പീഡിപ്പിക്കും. അതാണ് പറയുന്നത്, ദേഹിനോ വിവിധ ക്ലേശ സന്താപകൃത്. പല ദുഃഖങ്ങളും ഈ ദേഹാഭിമാനികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ. അതാണ് നമ്മുടെ കുഴപ്പം. ഇതുമായിട്ട് നമുക്ക് താതാത്മ്യപ്പെടും. ഈ ദേഹിയുടെ ദേഹമാണിതെന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. നമ്മൾ ആ ദേഹത്തോട് അഭിമാനം വെച്ച് പുലർത്തുമ്പോൾ ദേഹസംബന്ധിയായ ദുഃഖങ്ങളെല്ലാം വരും. നിനക്ക് ഇവിടെ അങ്ങനെയല്ലേ സംഭവിച്ചത്? അല്ലെങ്കിൽ ഈ ചിത്രകേതു ഈ മരണത്തിന് വേണ്ടി ഇത്രയും ലഭിക്കേണ്ട കാര്യമുണ്ടോ? ആ ദേഹസംബന്ധിയായ ദുഃഖമാണ് ചിത്രകേതുവിനെ അലട്ടിയത്. തസ്മാത്, ഒരു ഉപദേശം തീരാൻ പോവാ. തസ്മാത് സ്വസ്ഥേന മനസാ വിമൃശ്യ ഗതിമാത്മന. അതുകൊണ്ട് അല്ലയോ ചിത്രകേതു, നീ സ്വസ്ഥമായ മനസ്സിൽ സങ്കല്പങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്താ ചെയ്യണം? ആത്മനോ ഗതിം, ആത്മാവിൻ്റെ ആ ഗതി ഭക്തിയാണ്. നീ ആ ഭക്തി മാർഗത്തിൽ വരൂ. ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനസഹിതമായ ഭക്തി. ഭക്തിരാത്മാനുസന്ധാനം എന്നൊക്കെ പറയും. സത്വസ്മിൻ പരമപ്രേമ അതാണെന്ന് പറയും. അതായത് ഭഗവാനിലുള്ള പരമപ്രേമമാണ് ഭക്തി. പക്ഷേ യഥാർത്ഥത്തിലുള്ള താത്വികമായ ഭക്തി എന്ന് പറയുന്നത് ആത്മാനുസന്ധാനമാണ്. ആത്മാവിനെ അന്വേഷിക്കുക, അതിൻ്റെ പുറകെ പോവുക, ആത്മാന്വേഷണം. അതാണ് ഇവിടെ പറയുന്നത്. തസ്മാ സ്വസ്ഥേന മനസ വിമർശ്യ ഗതിമാത്മന. ആത്മാവിൻ്റെ ആ ഒരു സഞ്ചാരത്തിലേക്ക് നിൻ്റെ മനസ്സും കൊണ്ടുപോകുക. ദ്വൈതേ ദുർവാർത്ത വിശ്രംഭം ധജ. ദുർവേ എന്ന് വെച്ചാൽ ദ്വൈതേ, ഈ ദ്വൈതം എന്ന് വെച്ചാൽ ഈ പ്രാപഞ്ചികം. ഇവിടെ ദ്വന്ദ്വങ്ങളല്ലേ ഉള്ളൂ. ആ ദ്വന്ദ്വങ്ങളിൽപ്പെട്ട അതിൽ ദുർവാർത്ഥം, ഇത് ശരിയാണ്, ഇത് സത്യമാണെന്നുള്ള ആ ചിന്താഗതി തജഹ, ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക. അതൊന്നും വേണ്ടാന്ന് വെക്കണ്ട. സകലതും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും. ഇതാണ് വ്യത്യാസം. ഒന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ഇതെല്ലാം ചെയ്യുന്നതൊന്നും ഇല്ലാത്ത നിങ്ങൾ കേൾവിക്കാരില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ഏകമായിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം എന്നുള്ള ആ സത്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ വ്യാവഹാരിക തലത്തിൽ ജീവിക്കുമ്പോൾ ഈ ദുഃഖങ്ങളൊന്നും കൂടുതൽ നമ്മൾ അലട്ടില്ല. അതാണ് ദ്വൈതേ ദുർവാർത്ത വിശ്രംഭം തേജോ ഉപശമമാവിശ. എന്നിട്ട് മനസ്സിൻ്റെ ആ ശാന്തിയെ നീ പ്രാപിച്ചുകൊള്ളൂ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ആ മൂന്നാമത്തെ പരീക്ഷണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. അങ്കിരസും പറഞ്ഞു, ആ നാരദനും പറഞ്ഞു. ഇനി ആ ജീവാത്മാവിനെ വിളിച്ച് നമ്മുടെ മുമ്പിൽ നിർത്തുകയാണ്. നമ്മുടെ അല്ല, ചിത്രകേതുവിൻ്റെ മുമ്പിൽ. ഇവർക്കൊക്കെ സിദ്ധിയുണ്ടല്ലോ, മഹർഷിമാർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം അല്ലേ. അവരാ സിദ്ധി ഉപയോഗിച്ച് ആ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ജീവനെ, അതായത് ഈ ജീവനെ പശ്യന്തി ജ്ഞാനചക്ഷുഷ, ശാസ്ത്രവും അംഗീകരിക്കുന്നുണ്ട്. ഉത്ക്രാമന്തം സ്ഥിതം ഭാവി പുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ജ്ഞാനചക്ഷുസുകൾക്ക് ജീവനെ കാണാമെന്നാണ് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റത്തില്ല. ഉത്ക്രാമന്തം സ്ഥിതം ഭാവി, ഇവിടുന്ന് പുറത്തു പോകുന്നവനും നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നവനുമായിരിക്കുന്ന ജീവാത്മാവിനെ പശ്യന്തി ജ്ഞാനചക്ഷുഷ. അത് ശരിയല്ലെങ്കിൽ ഭഗവാൻ പറയുമോ? ജ്ഞാനചക്ഷുസുകൾക്ക് കാണാം. ആ ജീവനെ ഇവർ വിളിച്ചു വരുത്തുകയാണ്. ചിത്രകേതുവിൻ്റെ മുമ്പിൽ വിളിച്ചു നിർത്തിയിട്ട് ആ ജീവാത്മാവിനോട് നാരദൻ പറയുകയാണ്. വളരെ മനോഹരമാണ്. ഇനിയാണ് നമ്മുടെ ജീവാത്മാവുമായിട്ടുള്ള സംഭാഷണം.
ജീവാത്മൻ പശ്യ ഭദ്രം തേ മാതരം പിതരം ച തേ. അല്ലയോ ജീവാത്മാവേ, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ, അങ്ങയുടെ മാതാപിതാക്കളെ കണ്ടോളൂ എന്ന് നാരദൻ പറഞ്ഞു. സുഹൃദോ ബാന്ധവാൻ തപ്താൻ ശുചാ തോത്കൃതയാ പൃച്ഛം. നിന്നെ കാരണം വളരെയധികം ദുഃഖിച്ചിരിക്കുന്നവരാണ് നിൻ്റെ അച്ഛനും അമ്മയും, അവരെ നീ കണ്ടോളൂ. എന്നിട്ട് സുഹൃദോ ബാന്ധവാൻ, അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം നിന്നെപ്പറ്റി വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കളേവരം സ്വമാവിശ്യ ശേഷമായുർ സുഹൃദ്രത. നീ ഈ ശരീരത്തിൽ കയറിക്കൊള്ളൂ, ഞങ്ങൾ അതിനുള്ള അനുവാദം തരാം, വരം നിനക്ക് തരാം. കേട്ടണേ, നമ്മുടെ മരിച്ചുപോയ ജീവനെ പിടിച്ചു നിർത്തി പറയാണ്, നീ ഈ ശരീരത്തിൽ വീണ്ടും കയറുക. കളേവരം സ്വം ആവശ്യം, നിൻ്റെ ശരീരം സ്വം കളേവരം ആവശ്യ ശേഷമായു, ഇനിയും നിനക്ക് ഒരുപാട് വയസ്സുണ്ടല്ലോ, 100 വയസ്സ് വരെ ജീവിക്കണ്ടേ നമുക്ക്. ശേഷമായുർ സുഹൃദ്രത, സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് നിനക്ക് എത്രയോ കുട്ടികൾ ഇവിടെ ഈ കൊട്ടാരത്തിലുണ്ട്, അതുമായിട്ടൊക്കെ കളിച്ചുല്ലസിച്ച് ആ ജീവാത്മാവിനോട് പറയുകയാണേ, പുങ്ഷ ഭോഗാൻ പിതൃപ്രത്താൻ, എൻ്റെ അച്ഛൻ എന്തെല്ലാം സുഖസൗകര്യങ്ങൾ നിനക്ക് ഒരുക്കി തരും. പണ്ടിലെ കടോപനിഷത്ത് നചികേതസൻ്റെ കാലം പറഞ്ഞ കണക്ക് ഇങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ് ജീവാത്മാവിനെ. പുങ്ഷഭോഗാൻ പിതൃപ്രത്താൻ അതിദിഷ്ട നിർവാസനം. അത് കഴിഞ്ഞിട്ട് ഈ ചിത്രകേതു പോയി കഴിഞ്ഞാൽ നീയാണ് ഈ ചക്രവർത്തി പദത്തിൽ അലങ്കരിക്കേണ്ടത്, നീ അതൊക്കെ ചെയ്തോളൂ എന്ന് അംഗരസ് നാരദനും കൂടെ വരം കൊടുക്കാൻ നേരത്ത് പറയാണ്. ഇത് വളരെ പ്രസിദ്ധമായ ജീവൻ്റെ മറുപടിയാണ്. കസ്മിൻ ജന്മന്യമീ മഹ്യം പിതരോ മാതരോ ഭവൻ. അല്ലയോ മഹർഷി ശ്രേഷ്ഠന്മാരെ, എൻ്റെ ഏത് ജന്മത്തിലാണ് ഇവരെൻ്റെ അച്ഛനും അമ്മയും? കാരണം ഈ ജീവൻ അറിയാം, അതിനൊരുപാട് ജന്മങ്ങൾ കടന്നു പോയിട്ടുണ്ട്, അതിലേത് ജന്മത്തിലാണ് ഇവരെന്ന് അത്രയും ബന്ധമേ ഉള്ളൂ ഈ ജീവന് ഇപ്പോഴുള്ള. നേരത്തെ പറഞ്ഞത് തന്നെ, ജീവൻ ഇങ്ങനെ പല ശരീരങ്ങൾ എടുത്തെടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഏത് ജന്മത്തിലാണ് ഇവരെൻ്റെ അച്ഛനും അമ്മ? കാല ജീവൻ അതങ്ങ് വിട്ടുപോയി എന്നുവെച്ചാൽ എത്രയേ ഉള്ളൂ, ഇനി അടുത്ത ജന്മത്തിൽ വേറെ എണ്ണത്തിലോട്ട് വേറെ ഇരിക്കുക അല്ലേ, അന്നേരം അവരച്ഛനും അമ്മയാവും. അതാണ് പറയുന്നത്, കസ്മിൻ ജന്മന്യമീ മഹ്യം, എനിക്ക് കസ്മിൻ ജന്മനി, ഏത് ജന്മത്തിലാണ് പിതരോ മാതരോ അഭവൻ, ഇവർ പിതാക്കളും മാതാവും ആയത്. കർമ്മഭിർഭ്രാമ്യമാണസ്യ, ഈ കർമ്മത്തിലാണ് ഈ ജീവൻ കിടന്ന് അലയുന്നത്. കർമ്മവാസനകൾ കൊണ്ടാണ് നമ്മൾ ഓരോ ശരീരം സ്വീകരിച്ച് പോണത്. ഇതിനൊക്കെ ഒരുപാട് ഉണ്ടല്ലോ, സഞ്ചിതം ആഗാമി പ്രാരബ്ധം എന്നൊക്കെ പറഞ്ഞ് പറയും. അതിൽ ഓരോ സഞ്ചിതമായ കർമ്മങ്ങളിൽ നിന്ന് പ്രാരബ്ധമായ ഒരെണ്ണം എടുത്താണ് ഒരു ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നത്. അങ്ങനെ ഏത് ശരീരത്തിൽ ഞാൻ പ്രവേശിച്ചിരിക്കുകയാണെന്ന് ഈ ജീവാത്മാവിന് മായാവിഭ്രമം. അതാണ് കർമ്മഭിർ ഭ്രാമ്യമാണസ്യ, ദേവന്മാരിലും തിര്യകളിലും മനുഷ്യരിലും എല്ലാം കറങ്ങി നടക്കുന്ന ജീവൻ അല്ലേ. സ്വന്തകർമ്മവശരായി തിരിഞ്ഞിടുന്ന് അന്തമറ്റ ബഹുജീവകോടികൾ. കുമാരനാശാൻ പറയും, അന്തമറ്റ ബഹുജീവകോടികൾ സ്വന്തകർമ്മവശരായി തിരിഞ്ഞിടിയ അന്തരാളഗതി തന്നിൽ ഒന്നൊടൊന്ന് അന്തരാപെടും അണുക്കളാണു നാം. വെറും അണു സമാനമായിരിക്കുന്ന ഈ ജീവന്മാർ, നമ്മളെ എന്നുവെച്ചാൽ ഇപ്പം ഇരിക്കുന്ന ഒരു ജീവികൾ, നമ്മുടെ ഈ ജീവൻ എത്രയോ കോടി ജന്മങ്ങളിൽ കയറിയിട്ടാണ് നമ്മുടെ ഈ ശരീരത്തിലോട്ട് വന്നത്. ആ തത്വങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. കസ്മിൻ ജന്മന്യമീ മഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിർഭ്രാമ്യമാണസ്യ ദേവതിരിയങ്യോ. എന്നിട്ട് വീണ്ടും അതിന് ഉദാഹരണം പറയുന്നത് മനോഹരമായൊരു ദൃഷ്ടാന്തമാണ്. അതായത് നമ്മുടെ ഒരാളൊരു സ്വർണം തന്ന് ആ സ്വർണം കുറച്ചാൾ കഴിഞ്ഞ് അത് വേറെ കൊണ്ടുവച്ചു. ഇങ്ങനെ ഈ സ്വർണം പലതിലോട്ട് കടന്നു പോകും പലരുടെ കയ്യിലും. പക്ഷെ സ്വർണത്തിന് വല്ല മാറ്റമുണ്ടോ? നമ്മളെ കുറേ ബാർട്ടേഴ്സൊക്കെ ഒരു സ്വർണം തന്ന് ഒരു കടം എടുത്തു, അല്ലെങ്കിൽ അതുപോലെ സ്വർണ്ണം ഏൽപ്പിച്ചിട്ട് പോയി വീണ്ടും കുറച്ചാളെ തിരിച്ചെടുത്ത് വേറൊരാളെ കൊടുത്തു. ആ കയ്യിലിരിക്കുന്ന സമയത്തെല്ലാം സ്വർണം നമ്മുടേതാണെന്നും പറഞ്ഞ് നമ്മൾ സൂക്ഷിച്ച് വെച്ചു, പതിനെട്ട് ലോക്കറിലൊക്കെ വെച്ചുകൊണ്ടിരിക്കും. കുറേ കഴിഞ്ഞ് നമ്മളിന്ന് പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ വസ്തുവിനെ എടുക്കാം, നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെന്ന് വെച്ചോ, ആ സ്ഥലം നമ്മുടെ എന്താ പേരിലോ ഒക്കെ ഉണ്ട്, നമ്മളത് എൻ്റെ വസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലേ? നമ്മളത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വസ്തുവാണോ? അതുപോലെയാണ് ഈ ജീവൻ കുറച്ച് നാൾ നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ അത് എൻ്റേതെന്നും പറഞ്ഞു നടക്കുക, ഈ കുട്ടിയോടുള്ള സ്നേഹം. ഇത് വേറൊന്നിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയായിട്ട് നമ്മൾ വിറ്റ വസ്തുവിൽ പോയി ആരെങ്കിലും തിരക്കാറുണ്ടോ? നമ്മൾ കൊടുത്ത വസ്തു എന്താ സംഭവിച്ച്? അതാണ് പറയുന്നത്, യഥാ വസ്തൂനി പണ്യാനി ഹേമാദീനി തതസ്തദാ.
ഹേമം ഇവിടെ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് വസ്തുവാവാം, ഏതും ആവാം. യഥാ വസ്തൂനി പണ്യാനി എന്ന് വെച്ചാൽ ഈ ക്രയവിക്രയങ്ങളിൽ വസ്തുക്കൾ എങ്ങനെയൊക്കെയാണ് മാറിപ്പോകുന്നത്. പര്യടന്തി നരേഷു, മനുഷ്യരിലാണല്ലോ ഈ വസ്തുക്കൾ ഇങ്ങനെ മാറി മാറി പോണത്. ഹേമാദീനി തതസ്തത പര്യടന്തി നരേഷേവം ജീവോ, ഇങ്ങനെയാണ് ജീവൻ്റെ ഈ ചക്രം പൂർണ്ണമാകുന്നത്. അതിനവസാനം ആ മോക്ഷപദവി വരെ അതിങ്ങനെ കറങ്ങി നടക്കും. ഏവം യോനിഗതോ ജീവ സ നിത്യോ നിരഹങ്കൃത യാവതെത്രോപലഭ്യേത താവസ്വത്വം ഹി തസ്യതത്. താവത് എത്ര നാൾ ഈ ജീവൻ ഒരു ശരീരത്തിലിരിക്കുമോ അതുവരെ സ്വത്വം അത് തൻ്റേതാണെന്ന് ആ ഇരിക്കുന്നവർ ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവാത്മാവാണ് ആ ശരീരമെന്നും പറഞ്ഞ് അവർ മിഥ്യാധാരണയിലിരിക്കുകയാണ്. പക്ഷേ ഈ ജീവാത്മാവ് എന്താണെന്ന് വ്യക്തമായിട്ട് പറയാണ്. യേശോ നിത്യ അഭിയയ സൂക്ഷ്മ യേശ സർവാശ്രയ സ്വദൃഗ് ആത്മമായാഗുണൈർവിശ്വമാത്മാനം സൃജതേ പ്രഭു. തത്വത്തിൽ ഈ ജീവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത്. ജീവൻ എന്ന് വെച്ചാൽ പരമാത്മാവ് തൻ്റെ വാസനാബദ്ധമായ ഒരു ലോകം സൃഷ്ടിച്ച് അവൻ അനുഭവിക്കുകയാണ്. നമ്മൾ സ്വപ്നം ഉണ്ടാക്കുന്ന കണക്ക് ഓരോ ജീവാത്മാവും അതാതിൻ്റേതായ ഒരു ലോകം ഇവിടെ സങ്കല്പിച്ചുണ്ടാക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് അല്ലേ. ജഗതിദം ത്വത്തപരം നാന്യതോ ജാതം. ശ്രീനാരായണ ഗുരു ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ പറയും, ജഗതിദം ത്വത്തപരം നാന്യതോ ജാതം ന സ്വതയേവ ഭാതി മൃഗതൃഷ്ണാഭം ദരീദൃശ്യതാം. മൃഗതൃഷ്ണ പോലെ കാനജലം പോലെ ഈ ജഗത്തിനെ കണ്ടോളൂ. ഈ ജഗത്ത് നിന്നിൽ നിന്ന് അന്യമായിട്ടുണ്ടായതല്ല. ത്വത്തപരം ന അന്യതോ ജാതം ന സ്വതയേവ ഭാതി. ഇത് ഈ ജീവൻ്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അതാ സ്വതയേവ ഭാതി, തനിയെ പ്രകാശിക്കില്ല ഈ വസ്തുക്കളൊന്നും. ഇതെല്ലാം ആ ഈശമായയാ, ഭഗവാന്റെ മായയുണ്ട് പറയാണ്. വീണ്ടും പറയാണ്, നാദത്തയാത്മാഹി ഗുണം ന ദോഷം ന ക്രിയാഫലം ഉദാസീനവദാസീന പരാവരദൃഗീശ്വര. ഈ ജീവൻ ഒന്നുമായിട്ടും യഥാർത്ഥത്തിൽ സംബന്ധമില്ല. അതുകൊണ്ട് അങ്ങേ ഉപദേശിച്ച ചക്രവർത്തി പദവും കൂട്ടുകാരോടുള്ള കളിയും ഒന്നും എന്നെ ബാധിക്കുകയില്ല എന്ന് ജീവൻ പറഞ്ഞൊഴിയാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ നിസ്സംഗനാണ് ഒന്നിലും. അതാണ് നാദത്തയാത്മാഹി ഗുണം ന ദോഷം ന ക്രിയാഫലം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവനുണ്ടല്ലോ, അതിനിങ്ങനെയൊക്കെയുള്ള യാതൊരു ഗുണസംബന്ധവും യഥാർത്ഥത്തിലില്ല. പരമാത്മാവിൻ്റെ തനിയാവർത്തനമാണ് ആ ജീവൻ. ജീവോ ബ്രഹ്മൈവ നാപര എന്ന് ശങ്കരാചാര്യരെ വ്യക്തമായിട്ട് പറയും. ജീവോ ബ്രഹ്മൈവ, ജീവൻ ബ്രഹ്മം തന്നെയാണ്, ന അപര, വേറൊന്നല്ല. ആ ഉപദേശം തന്നെയാണ് ഈ ജീവാത്മാവ് അച്ഛനായ ചിത്രകേതുവിന് കൊടുക്കുന്നത്. ഭഗവാനും പറയത്തില്ലേ, ന ആദത്തേ കച്ചിത് പാപം ന കർമ്മ സുഹൃതം വിഭു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണ്. അജ്ഞാനേനാവൃതം ജ്ഞാനം. നമ്മുടെ ഈ ജ്ഞാനം ഉണ്ടല്ലോ, ഞാൻ പരമാത്മാവാണ്, ഈ കാണുന്ന ഈ ജഗത്തുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലെന്നുള്ള അത് ഉണ്ടാകുന്നതും അജ്ഞാനം കൊണ്ടാണ്. ആ യഥാർത്ഥ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. തേന മുഹ്യന്തി ജന്തവ, അക്കാരണം കൊണ്ട് എല്ലാ ജന്തുക്കളും വിഷമിക്കുന്നു. ഇങ്ങനെ ജീവാത്മാവ് ഉപദേശം കൊടുത്തിട്ട് പിരിയാണ്. അപ്പോഴത്തേക്ക് ഇവർ വീണ്ടും പറയുകയാണ്, അങ്ങയ്ക്ക് ജ്ഞാനമൊക്കെ ഉണ്ടായി, ഇനി അങ്ങയ്ക്ക് സംഘർഷണ ദർശനവും പാർവതി ശാപമൊക്കെയുള്ള മനോഹരമായ 2 ഭാഗങ്ങൾ ഈ ചിത്രകേതുവിനോടുകൂടെ ചേർന്ന് വരുന്നുണ്ട്. അതും കൂടെ പൂർണ്ണമായാലേ ചിത്രകേതു ഉപാഖ്യാനം ശരിയായുള്ള. നമ്മുടെ സമയപരിധിയുണ്ട്, ഇവിടെ 2ആയിട്ട് അത് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. വളരെ മനോഹരമായിരിക്കുന്ന സംഘർഷണ ദർശനവും അതുപോലെ തന്നെ പാർവതിയുടെ ശാപവും. ആ സംഘർഷണ ദർശനത്തിലെ ആ ശ്ലോകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് നിർത്താം. ബാക്കിയുള്ള അതെങ്ങനെ നടക്കുന്നു എന്നൊക്കെ ഉള്ളത് അടുത്ത ആചാര്യൻ വിശദീകരിക്കും. യത്പാദമൂലമുപസൃത്യ നരേന്ദ്രപൂർവേ ശർവാദയോ ഭ്രമമിമം ദ്വിതയം വിസൃജ്യ സദ്യ തദീയമതുലാനദിയം മഹിത്വം പ്രാപുർ ഭവാനവിപരം ന ചിരാതുപൈതി. അങ്ങനെ പരമശിവൻ പോലും ആ പദത്തിലെത്തിയിരിക്കുന്നത് അങ്ങയ്ക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് അങ്കിരസും എല്ലാം ഈ മന്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുക്കും. ആ മന്ത്രം എല്ലാം അടുത്ത പ്രഭാഷണത്തിൽ വിശദമാക്കുന്നതാണ്. ഏതായാലും ഈ പെരുന്തിട്ട മഹാദേവ സന്നിധിയിൽ ഇരുന്നു കൊണ്ട്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇവിടെ ഇങ്ങനെ നിങ്ങളുമായിട്ടൊക്കെ പ്രഭാഷണം നടത്താൻ എനിക്ക് അവസരം തന്നു. അതിന് ഈ സത്രസമിതിയോടും നാരായണസ്വാമിയോടും ഒക്കെയുള്ള
അകൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുവരെ എൻ്റെ ഈ പ്രഭാഷണം കുറേയൊക്കെ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി.